ഓം നമ ശിവായ. ഓം നമ ശിവായ. ഓം നമ ശിവായ. ESP പാരാനോർമൽ അതീന്ദ്രിയം എന്ന ചാനലിൻ്റെ പുതിയൊരു സെഗ്മെൻറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയുന്ന രണ്ട് വാക്കുകളുണ്ട്, മായയും ലഹരിയും. എത്ര തന്നെ ജീവിതത്തിനെ നമ്മൾ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചാലും നമ്മുടെ വ്യാഖ്യാനങ്ങൾക്ക് ഒതുങ്ങാത്തൊരു പദമാണ് ജീവിതം. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എൻ്റെ ജീവിതത്തിലും ചില പ്രതിസന്ധി കാലഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. അതിലേറ്റവും സങ്കീർണമായ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ അന്നത്തെ രാത്രികളിൽ ഞാനിരുന്ന് വായിച്ച ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് മായാലഹരി എന്നാണ്. ആ മായാലഹരിയുടെ ഇടയ്ക്കുള്ള പേജുകൾ എടുത്ത് മറിക്കുമ്പോൾ പലപ്പോഴും അന്നത്തെ ആ ഒരു പ്രതിസന്ധിക്ക് ശമനം നൽകുന്ന ഒരു ഉത്തരം അതിൻ്റെ താളുകളിൽ ഒളിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ആ ഗ്രന്ഥം നമ്മൾ മലയാളികൾക്ക് തന്ന ഹരീഷ് വി ബാബുവാണ്. ഇപ്പോൾ ഷൊർണൂറുകാരനായ അദ്ദേഹത്തെയാണ് നമ്മൾ ഇന്ന് ഏറ്റവും ആദരവോടുകൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. സ്നേഹസ്വാഗതം, ആത്മനമസ്കാരം. ആത്മനമസ്കാരം. അപ്പോൾ ഞാൻ പറഞ്ഞത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വാക്കുകൾ, മായയും ലഹരിയും. ഒരേ സമയം തന്നെ ജീവിതം ഒരു മായയാണ്, അതോടൊപ്പം തന്നെ അത് ലഹരിയാണ്. ഇപ്പോൾ പലതരത്തിലുള്ള ലഹരിയാണ് നമുക്കറിയാം. ഇപ്പോൾ ഒരിക്കൽ പൂജ്യ ഗുരുദേവ് ശ്രീ ശ്രീ രവിശങ്കർ തിരുവനന്തപുരത്ത് വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, ലഹരി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ആളുകളെല്ലാം പെട്ടെന്ന് നിശബ്ദരായി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അത് ധ്യാനത്തിൻ്റെ ലഹരിയാണ്. അപ്പോൾ ലഹരിയാണ് ജീവിതം. ഓരോ ദിവസവും മുമ്പിലേക്ക് പോകാനുള്ള, അപ്പോൾ ഈ എപ്പിസോഡ് എടുക്കുമ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ ഒരു ലഹരിയാണ്. കാരണം ഇത് വരുമ്പോൾ ആളുകൾ കാണുന്നു, സ്വീകരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സംഗതിയാണ്. അപ്പോൾ ഈ മായയും ലഹരിയും രണ്ട് എക്സ്ട്രീമുകളാണ്. ഇതിനെ അങ്ങ് എങ്ങനെയാണ് തുലനം ചെയ്ത് ഈ ഒരു പുസ്തകത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്? വല്ലാത്തൊരു ചോദ്യമാണ്. എന്തായാലും ESP പാരാനോർമലിൻ്റെ പ്രേക്ഷകർക്ക് നമസ്കാരം. സന്തോഷം നിങ്ങളുമായിട്ട് സംവദിക്കാൻ കഴിഞ്ഞത്. ആദ്യം തന്നെ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. എൻ്റെ അറിവിൽ ഞാനൊരു പമ്പര വിഡ്ഢിയാണ്. പക്ഷെ എൻ്റെ പമ്പര വിഡ്ഢിത്തത്തെക്കുറിച്ച് നല്ല അറിവുള്ളവനുമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പൊട്ടനാണെന്നുള്ള കാര്യം എന്നേക്കാൾ നന്നായി അറിയുന്ന വേറൊരാളില്ല. ഇപ്പോൾ വിജുവായി ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം, ഇതും ഈ രചനയും ശരിക്കൊരു മായയും ലഹരിയുമായിരുന്നു. സത്യത്തിൽ ഒരിക്കൽ പോലും സൗന്ദര്യലഹരി മുഴുവനായിട്ട് വായിക്കാത്ത ഒരാളാണ് ഞാൻ. അത് വായിക്കണം, അല്ലെങ്കിൽ വായിച്ചിട്ടുണ്ടോ എന്നൊക്കെ പലരും ചോദിച്ചപ്പോൾ അത് വായിക്കാനുള്ള ഒരാഗ്രഹം ഉണ്ടാവുകയും ഒരാചാര്യൻ്റെ പുസ്തകം വരുത്തുകയും അത് 2-3 അധ്യായം വായിച്ചു കഴിഞ്ഞപ്പോൾ ഒന്നും മനസ്സിലായില്ല. അങ്ങനെ ആ സൗന്ദര്യലഹരി അവിടെ അടച്ചു വെച്ചുകൊണ്ട് സൗന്ദര്യലഹരിയുടെ ശ്ലോകങ്ങളിലൂടെ മാത്രം ഒന്ന് സഞ്ചരിക്കാൻ ശ്രമിച്ചു. എന്നെ കൊണ്ട് കഴിയുന്നത് പോലെ തപ്പിപ്പിടിച്ചു വായിക്കാൻ ശ്രമിച്ചു. അതിനുശേഷം ഈ പുസ്തകത്തിൻ്റെ, അല്ലെങ്കിൽ അമ്മയുടെ ലഹരി എന്നിൽ ആവേശിച്ചു എന്ന് പറയുന്നതായിരിക്കും സത്യം. 56 ദിവസം കൊണ്ട് 305 പേജുകൾ എൻ്റെ മൊബൈൽ നോട്ടിൽ ഞാൻ എഴുതി. അല്ലെങ്കിൽ എന്താണ് എഴുതിയതെന്ന് പിന്നീട് ഞാൻ തന്നെ നോക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരിക്കൽ പോലും സൗന്ദര്യലഹരി വായിക്കാത്ത ഒരാൾക്ക് എങ്ങനെ ഇത് എഴുതാൻ കഴിഞ്ഞു എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. അതിനുള്ള ഉത്തരം എനിക്ക് കിട്ടിയത് ഈ സൗന്ദര്യലഹരി എന്ന് പറയുന്നതിൻ്റെ 2 ഭാഗമുണ്ട് എന്നുള്ള സ്ഥലത്തെത്തിയപ്പോഴാണ്. 41 ശ്ലോകങ്ങൾ ആനന്ദലഹരിയും പിന്നീടുള്ള 59 എണ്ണം സൗന്ദര്യലഹരിയും എന്നാണ് പറയപ്പെടുന്നത്. ഈ 4നെയും 1നെയും കൂട്ടിയാൽ 5, 5ഉം 9ഉം കൂട്ടിയാൽ 14, അത് കൂട്ടിയാലും 5. അപ്പൊ ഈ രണ്ടും തമ്മിൽ എങ്ങനെ കൂട്ടിയാലും 5ലാണ് വരുന്നത്. അപ്പൊ പഞ്ചേന്ദ്രിയങ്ങളെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് മറ്റൊരു രഹസ്യമാനത്തിൽ ആചാര്യസ്വാമികൾ ഇതിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് വിവിധ മാനത്തിലുള്ള പൂജയുമായി ബന്ധപ്പെട്ട് ദേവിയുടെ വർണ്ണനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിലും എന്നിൽ ഇത് പ്രവർത്തിച്ചപ്പോൾ ഇതിൽ അദ്വൈതം മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ. എല്ലാറ്റിനെയും കൊണ്ടുവന്ന് എങ്ങനെ ഈ സൗന്ദര്യാനന്ദത്തിലേക്ക് ലയിപ്പിക്കാം എന്നുള്ള ശങ്കരാചാര്യരുടെ ആ ഒരു അനുഗ്രഹ വാക്കുകൾ കേട്ടുകൊണ്ട് പലപ്പോഴും കണ്ണിൽ നിന്ന് വെള്ളം വന്നിട്ടുണ്ട്, കണ്ണുനീരണിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ രചനാ സമയത്ത് മായയും ലഹരിയും അതിന്റെ എഴുത്തിന്റെ ലഹരി, അല്ലെങ്കിൽ എന്നിലൂടെ പ്രവഹിച്ചു എന്ന് എനിക്ക് പറയാൻ, ഇറ്റ്സ് കെയിം ത്രൂ മീ, നോട്ട് ഫ്രം മീ. അതിന്റെ ലഹരിയുമായും ഒന്നിച്ച് പ്രവർത്തിച്ചപ്പോൾ ഈ മായാലഹരി സംഭവിച്ചു. പിന്നെ അതിന്റെ മുഖചിത്രം വരച്ചു തന്നത് മൂകാംബിക ക്ഷേത്രത്തിനകത്ത് വരച്ചിട്ടുള്ള കണ്ണേട്ടൻ തന്നെയാണ്. അതും ഇതിനൊരു മായ സപ്പോർട്ടും അല്ലെങ്കിൽ ലഹരി പോലുള്ള സപ്പോർട്ടും വന്നതുപോലെയാണ്. ഇതാണ് ഇതിനെക്കുറിച്ച് ആദ്യമായിട്ട് പറയാനുള്ളത്. അതെ 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 അതെ.
അപ്പൊ അങ്ങ് ഒരു കാൽപന്ത് കളിക്കാരനാണെന്ന് എപ്പോഴും പരസ്യമായിട്ട് വേദികളിൽ ഇങ്ങനെ പറയുന്നു. ഇപ്പോഴും ഭ്രമാത്മകമായിട്ടുള്ള ആ ഒരു കളിയുടെ എന്താ പറയുക കാഴ്ചകളിലൂടെയും അതുപോലെ തന്നെ അതിന്റെ പിന്നാമ്പുറങ്ങളിലൂടെയും അതിദ്രുതം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ കാൽപന്ത് കളിയുടേതായ ആ ഒരു ചെറിയ വട്ടത്തിനകത്ത് നിന്നുകൊണ്ട് പ്രപഞ്ചത്തിന്റെ നടനം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന വിശ്വത്തിന് കാരണമായിരിക്കുന്ന സദാശിവനിലേക്ക് എത്തിക്കുന്ന ഒരു എന്താ പറയുക അനുഭവമാണ് നമുക്ക് ഈ മായാലഹരി സമ്മാനിക്കുന്നത്. അപ്പൊ ഇത് രണ്ട് പറഞ്ഞല്ലോ, സാധാരണയായിട്ട് ഈ ഫുട്ബോൾ ഭ്രാന്തന്മാർ നമ്മൾ പറയാറുണ്ട്. കാൽപന്ത് കളിയുടെ ആ സുരതാവേഗത്തിലേക്ക് ഭ്രാന്തമായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരാള് എങ്ങനെയാണ് പ്രപഞ്ചത്തിന്റെ ഈ നടന എന്താ പറയുക വൈശിഷ്ട്യത്തിനെ തിരിച്ചറിയാനായിട്ട് ശ്രമിച്ചത്, അല്ലെങ്കിൽ എങ്ങനെ അത് സാധിച്ചു എന്നുള്ളതാണ്. ഇതിന് സത്യത്തില് സ്വാമി വിവേകാനന്ദന്റെ ഒരു 2-3 വരികളുണ്ട്. ഇതാണ് എൻ്റെ ജീവിതം മാറ്റിമറിച്ച വരികൾ. സ്വാമി വിവേകാനന്ദനിലൂടെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് രാമകൃഷ്ണദേവന്റെ അനുഗ്രഹമല്ലാതെ മറ്റൊന്നുമില്ല. അപ്പൊ അവിടെ കാളി അമ്മയുണ്ട്. അദ്ദേഹത്തിന്റെ എന്നെ പിടിച്ചു കുലുക്കിയ വാക്കുകൾ, യു ക്യാൻ ബി നിയറർ ടു ഹെവൻ ത്രൂ ഫുട്ബോൾ ദാൻ റീഡിങ് ഗീത. ഇത് വായിച്ചപ്പോ ഫുട്ബോൾ കളിച്ചുകൊണ്ട് സ്വർഗത്തിനടുത്തെത്താം, ഗീത വായിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ പോലെ വായന മടിയായതുകൊണ്ട് അത് മാറ്റിവെച്ചു. പിന്നീട് ഞാൻ മറ്റൊരു വാക്ക് കേട്ടു. യോഹനാൻ ക്രൈഫ് എന്ന് പറയുന്ന ഫുട്ബോളിന്റെ ഇതിഹാസം, ഹോളണ്ടിന്റെ ഇതിഹാസമായിട്ടുള്ള അദ്ദേഹം പറഞ്ഞത് ഗ്രൗണ്ടിലെ ശൂന്യ സ്ഥലങ്ങൾ തേടിയുള്ള നൃത്തമാണ് ഫുട്ബോൾ എന്ന്. ഇത് രണ്ടും തമ്മിൽ കൂട്ടി വായിച്ചു കഴിഞ്ഞപ്പോ വല്ലാത്തൊരു ആനന്ദവും അനുഭൂതിയുമാണ് വന്നത്. ഫുട്ബോളിന് ഒരു ട്രിനിറ്റി ഉണ്ട്. പൊസഷൻ, പൊസിഷൻ, പാസിംഗ് എന്ന് പറയും. റൈറ്റ് പൊസഷൻ, റൈറ്റ് പൊസിഷൻ, റൈറ്റ് പാസിംഗ്. ഒരു കളിക്കാരൻ പന്തുമായി മുന്നോട്ട് പോകുമ്പോൾ ശരിയായ പൊസിഷൻ കാണിക്കുന്ന ആളിലാണ് പാസിംഗ് കൊടുക്കുക. അത് കുറച്ചു നേരം പന്ത് പൊസസ് ചെയ്യാൻ പാടുള്ളൂ, കൈവശം വെക്കാൻ പാടുള്ളൂ. കൂടുതൽ നേരം വെച്ചാൽ പൊസസീവ്നെസ് ആയി, എനിക്ക് വേണമെന്നുള്ളതായി. അപ്പൊ ഈ പൊസസും റൈറ്റ് പൊസഷൻ, റൈറ്റ് പൊസിഷൻ, റൈറ്റ് പാസിംഗ് ഇത് പഠിച്ചു കഴിഞ്ഞപ്പോ അത് അമ്മയിലേക്കുള്ള പ്രകൃതിയിലേക്കുള്ള ഒരു ചൂണ്ടുപലകയായിട്ട് എന്നിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. നമുക്ക് എന്തെങ്കിലും ലഭിച്ചില്ല എന്ന് നമ്മൾ പരാതി പറയുമ്പോൾ ഈ ഫുട്ബോളിലൂടെ എന്നിലേക്ക് അല്ലെങ്കിൽ വെളിച്ചം അമ്മ തന്നതാണ്. ഞാൻ റൈറ്റ് പൊസിഷനിലല്ല. ഞാൻ റൈറ്റ് പൊസിഷനിലാണെങ്കിൽ ഈ അമ്മ പ്രകൃതി നേച്ചർ എല്ലാം പ്രോസസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എന്നിലേക്ക് അത് വരാത്തത് ഞാൻ റൈറ്റ് പൊസിഷനിലല്ല. നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടിട്ട് കുറച്ച് നാളായി. അങ്ങ് തിരുവനന്തപുരത്ത്, ഞാൻ ഷൊർണൂർ. ഇപ്പോഴാണ് നമ്മൾ റൈറ്റ് പൊസിഷനിൽ വന്നപ്പോ ഈ സാധനം സംഭവിച്ചത്. പിന്നെ ഗീതയിലൂടെയൊക്കെ കടന്നു പോയപ്പോ കൃഷ്ണൻ ഭഗവാൻ പ്രോസസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉജ്ജ്വലമായ അറിവ് അർജുനന് നൽകിയത് ആ അർജുനൻ റൈറ്റ് പൊസിഷനിൽ വന്നപ്പോഴാണ്. അതിന് പാശ്ചാത്തലമായത് മഹാഭാരത യുദ്ധവും. അപ്പൊ എന്തെങ്കിലും നമുക്ക് ലഭിച്ചില്ലെങ്കിൽ നമ്മൾ പരാതി പറയുകയല്ല വേണ്ടത്, നമ്മുടെ പൊസിഷനെ ഒന്ന് നോക്കുക. ഈ പൊസിഷൻ കറക്റ്റ് ആണെങ്കിൽ അമ്മ നമുക്ക് അമ്മയുടെ മുല കുടിക്കണമെങ്കിൽ അമ്മയുടെ മടിത്തട്ടിൽ കയറി ഇരുന്ന് എനിക്ക് പാലിന് വേണ്ടി എന്റേതായിട്ടുള്ള ദാഹവും അത് പ്രകടിപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ അമ്മ ഇവിടെ നമുക്ക് വേണ്ടുന്ന എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ റൈറ്റ് പൊസിഷനിൽ എത്താത്തതാണ്, അവിടെയാണ് ശ്രമക്കുറവ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത്. ഈ ഫുട്ബോളും ആത്മീയതയും അമ്മയുടെ നടനവും ശിവനും ഒക്കെ ആയിട്ട് എന്നിലേക്ക് പെയ്ത് ഇതെല്ലാം ഇറങ്ങാൻ കാരണം എന്റെ ഫുട്ബോൾ കളി തന്നെയാണ്. ഫുട്ബോൾ കളിച്ചപ്പോഴാണ് ശൂന്യസ്ഥലത്ത് നിൽക്കുന്നവനെ പാസിംഗ് ഉള്ളൂ, അവനെ മനോഹരമായിട്ട് പന്ത് സ്വീകരിക്കാൻ കഴിയുള്ളൂ. അപ്പൊ നമ്മുടെ ഉള്ളിൽ ശൂന്യത ഉണ്ടാകുമ്പോൾ അമ്മയുടെയും അച്ഛന്റെയും നൃത്തം നമ്മളിൽ സംഭവിച്ചു കൊള്ളും എന്നുള്ളത് ഫുട്ബോൾ വഴി ഞാൻ അമ്മയിലേക്ക് എത്തുകയായിരുന്നു. ഒരുപക്ഷെ വിവേകാനന്ദ സ്വാമി പറയുന്നതിന് കാരണവും അല്ല, തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ എത്ര ഗീത വായിച്ചാലും അല്ലെങ്കിൽ ഇപ്പൊ ഹിമാലയത്തിൽ പോയി നമ്മൾ ഇരുന്നാലും ശരി, നമ്മുടെ ഈ മനസ്സെന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങിയില്ലെങ്കിൽ കാര്യമില്ല. അപ്പൊ കം ടു ദ പ്രസന്റ് മൊമെന്റ്, ഈ നിമിഷം മാത്രമാണ് സത്യമെന്ന് പല ആചാര്യന്മാർ ഉദ്ഘോഷിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഫുട്ബോളിൽ മാത്രമാണ് നമ്മൾ ആ ഒരു പ്രസന്റ് മൊമെന്റിൽ നിൽക്കുന്നത്. ഓരോ നിമിഷവും അത്രയും നിർണായകമായിട്ടുള്ള ആ ഒരു പ്രസന്റ് മൊമെന്റിൽ വരുന്നത് അതിലാണ്. അപ്പൊ ഫുട്ബോളിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പൊ ഹിഗുറ്റയെ കുറിച്ച് നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. അപ്പൊ അതിനോടൊപ്പം ഞാൻ പറയുന്നത് ഈ പ്രസന്നമായിട്ടുള്ള ഈ എന്താ പറയുക വർത്തമാന കാലത്തെ അറിയുക എന്ന് പറയുന്ന ഒരു വലിയ കർമ്മമാണ് കാൽപന്ത് കളിയിൽ അതിന്റെ ആ വേഗതകളിൽ അടങ്ങിയിരിക്കുന്നത് എന്നുള്ളൊരു സത്യമാണ്. കം ടു ദ പ്രസന്റ് മൊമെന്റ്. അതോടൊപ്പം തന്നെ വായിച്ചിട്ടുള്ള രസകരമായ ഒരു കാര്യമാണ് ഈ സഡൻ ഡെത്ത് ഇതൊക്കെ എടുക്കാൻ പോകുന്ന സമയത്ത് ആ ഗോളി അനുഭവിക്കുന്ന ഏകാന്തത. അപ്പൊ ഒരേ സമയം തന്നെ ഈ വർത്തമാനത്തിലേക്ക് വരുമ്പോൾ അവൻ സ്വയം നിശൂന്യനായി മാറുകയും അപാരമായിട്ടുള്ള ഈ ഏകാന്തതയെ അറിയുകയും ചെയ്യുന്നു. ആ ഏകാന്തത അറിയുമ്പോൾ ഉള്ളിൽ സംഭവിക്കുന്ന ഒരു വിസ്ഫോടനമായിട്ട്, ഒരു മഹാവിസ്ഫോടനമായിട്ട് പ്രപഞ്ച നടനത്തിനെ കണക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഫുട്ബോളിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ശൂന്യതയിലൂടെ ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ ഒരു സ്പീക്കർ ആവാനാണ്, ഞാൻ ട്രെയിനർ എന്ന് പലരും പറയുന്നുണ്ടെങ്കിൽ ഞാൻ ട്രെയിനറല്ല, ഞാൻ ട്രെയിനിയാണ്, ഞാൻ പഠിച്ചുകൊണ്ടേയിരിക്കും. എന്നിൽ പോസിറ്റീവ് സ്ട്രെസ് ഉണ്ടാക്കാൻ കാരണം ഫുട്ബോളാണ്. അതിന് കാരണം എല്ലാവരും സ്ട്രെസ് പാടില്ല എന്ന് പറയുമ്പോൾ 2 തരം സ്ട്രെസ് ഉണ്ട്, നെഗറ്റീവ് സ്ട്രെസ്, പോസിറ്റീവ് സ്ട്രെസ്.
ഈ ഫുട്ബോൾ കളിയിൽ ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ഒരു മാച്ച് നടക്കുമ്പോൾ ഒരു പെനാൾട്ടി കിട്ടിയാൽ എല്ലാവരും അടിക്കാൻ പോവില്ല, വല്ലാത്തൊരു സ്ട്രെസ് ഉണ്ടാവും. പക്ഷെ എന്റെ ടീമിൽ ഇത് ആദ്യം എടുത്തിരുന്ന ഞാൻ പോയി പെനാൾട്ടി അടിക്കും. അകത്തേക്കോ പുറത്തേക്കോ എന്നുള്ളത് എനിക്ക് വിഷയമല്ല. അപ്പൊ ആ സമയത്ത് നമുക്ക് സ്ട്രെസ് ഉണ്ടെങ്കിലും അത് വെച്ച് എനിക്ക് ചെയ്യാനുള്ള കാര്യം ഞാൻ ചെയ്യുമ്പോഴാണ് അത് പോസിറ്റീവ് സ്ട്രെസ്. അതെന്റെ ഗ്രോത്ത് ആണ്. ആ സ്ട്രെസ് ഉള്ളത് കൊണ്ട് ഞാനത് ചെയ്തില്ലെങ്കിൽ അത് നെഗറ്റീവ് സ്ട്രെസ് ആണ്, ഞാൻ അവിടെ തന്നെ കെട്ടിക്കിടക്കും. അപ്പൊ പോസിറ്റീവ് സ്ട്രെസ്, ഇപ്പൊ നമുക്കൊരു സാധനയുമായി ബന്ധപ്പെടുത്തി പറയുകയാൽ നമുക്കൊരു കാര്യം കിട്ടി, നമുക്കത് ചെയ്യുമ്പോൾ ചെറിയ സ്ട്രെസ് എന്നതിന് പറയാൻ കഴിയില്ലെങ്കിൽ നമുക്കൊരു അജ്ഞാതമായ ഒരു മേഖലയിലേക്ക് പോകുന്ന എന്തോ ഒരു വിവരിക്കാനാവാത്തൊരു സാധനമുണ്ട്. പക്ഷെ അത് വെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് അമ്മ നമുക്ക് വേണ്ടുന്ന നിധി ഒരുക്കി വെക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് കൈക്കലാക്കാൻ വേണ്ടി നമ്മളെ നടത്തിച്ചതാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള ആനന്ദത്തെ തെരഞ്ഞുള്ള യാത്രയാണ് ഞാനൊരു സ്ഫോടനം എന്ന് പറയുന്നത്. അപ്പൊ സ്ഫോടനം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഈ ശരിക്കും പ്രകൃതി എന്ന് പറയുന്ന നിലനിൽപ്പ് എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. എക്സിസ്റ്റൻസ് എന്ന് പറയും. അപ്പോ എക്സ് ഈസ് ടിങ്, ഇങ്ങനെ 3 വാക്കാണ്. എക്സ് എന്ന് പറഞ്ഞാൽ മുൻപുണ്ടായിരുന്നത്, ഈസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള, ടിങ് എന്ന് പറഞ്ഞാൽ മണിനാഥം എന്നുള്ളൊരു ഒച്ച. അപ്പൊ മുൻപുണ്ടായിരുന്നതും ഇപ്പോഴുള്ളതും ഭാവിയിൽ ഉണ്ടാൻ പോകുന്നതും ശബ്ദമാണ്, സ്ഫോടനമാണ്. ഇത് ശബ്ദ ബ്രഹ്മമാണ്. ഈ സ്ഫോടനം നമ്മളെ നശിപ്പിക്കുന്നതല്ല, അത് ഡിസ്ട്രക്റ്റീവ് അല്ല, അത് ക്രിയേറ്റീവ് ആണ്. ഈ ക്രിയേറ്റീവ് ആയിട്ടുള്ള സ്ഫോടനത്തെ ആരുള്ളിലേക്ക് ആവാഹിക്കുന്നുവോ അവന്റെ ഉള്ളിലാണ് ഈ ശിവദേവി നൃത്തം നടക്കുക, അല്ലെങ്കിൽ അനുഭവിക്കാൻ കഴിയുക, അതിന്റെ മായ അനുഭവിക്കാൻ കഴിയുക എന്നുള്ളതാണ് എനിക്ക് അനുഭവപ്പെട്ടുള്ള, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. അതെ 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 അതെ. ഒരുപക്ഷെ നമുക്കറിയാം ഈ പരമഹംസ ദേവനും അതുപോലെ തന്നെ വിവേകാനന്ദ സ്വാമികളെല്ലാം വന്നിരിക്കുന്ന കൽക്കട്ടയിൽ നിന്നാണ്. അപ്പൊ കമ്മ്യൂണിസത്തിന്റെ വലിയ തീവ്രമായുള്ള ചുവപ്പ് ഉണ്ടായിരുന്ന സ്ഥലമാണ്. അപ്പൊ അവിടെ അതേപോലെ തന്നെ കാളി ഉപാസന അത്ര ശക്തിമത്തായിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ ഈ ഒരു തിരിച്ചറിവായിരിക്കും അവിടെ ഉണ്ടായത്. കാരണം അങ്ങ് പറഞ്ഞ വിസ്ഫോടനം, വിപ്ലവം അവിടെ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിന്റെ ഉള്ളിൽ അവരുടെ ഒരു തിരിച്ചറിവ് നടക്കുന്നുണ്ട്, അല്ലെ? അപ്പൊ അവിടെ ആത്മീയതയുണ്ടായി, മികച്ച സിനിമകളുണ്ടായി, അതുപോലെ തന്നെ മികച്ച രാഷ്ട്രീയമുണ്ടായി, അതുപോലെ തന്നെ മികച്ച ചിന്തകളും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായി. അതും നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. പിന്നെ വിവിധ തരത്തിലുള്ള കാര്യങ്ങൾ, സത്യത്തിൽ ഇപ്പോ ഈ കമ്മ്യൂണിസം എന്ന് പറയുന്ന സാധനത്തെ ഞാൻ ഒരു കമ്മ്യൂൺ എന്ന് മാറ്റാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ശരീരം ശരിക്കും കോശങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്, ഒരു കമ്മ്യൂണാണ്. പക്ഷെ അതൊരിക്കലും ഒന്നിച്ച് സ്പന്ദിക്കാറില്ല, വിവിധ ഭാഗങ്ങളായി. അതിനെ ഈ ക്ലാസ്സുകളിൽ ഞാൻ പറയാറുള്ളത് കണ്ടന്റ്മെന്റ് ആൻഡ് കോണ്ടിനെന്റ് എന്നാണ്. കണ്ടന്റ്മെന്റ് സംതൃപ്തിയിൽ നാം ഒന്നാണ്, കോണ്ടിനെന്റായി നമ്മൾ വിഭജിക്കപ്പെട്ടു. അപ്പൊ എന്റെ ഉള്ളിലെ കോണ്ടിനെന്റ് ആയി നിൽക്കുന്ന വിവിധ ഭാഗങ്ങളായി നിൽക്കുന്ന ചിന്തകളെ, വികാരങ്ങളെ ഒക്കെ എനിക്ക് സമന്വയിപ്പിക്കാൻ കഴിയുമ്പോൾ ജയം എന്ന് പറയുന്ന ഗോളിലേക്ക് എത്തും. അപ്പൊ സത്യത്തിൽ നമ്മുടെ ജയം എന്ന് പറയുന്ന ഗോള് ശൂന്യസ്ഥലം തേടിയുള്ള നൃത്തമാണ്. ഫുട്ബോൾ എന്ന് പറയുന്ന പോലെ നമ്മുടെ ശൂന്യതയിലെ ആനന്ദവും സൗന്ദര്യവും തിരിച്ചറിയലാണ്. ഇതാണ് സൗന്ദര്യാനന്ദ ലഹരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ ആനന്ദത്തെയും, സത്യത്തിൽ നമുക്ക് ആനന്ദമാണ് ഉള്ളത്, അതിൽ സൗന്ദര്യം ഉണ്ട് താനും. ഇത് ഈ മായലഹരിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതെല്ലാം ആസ്വാദനമാണ്. ആസ്വാദനത്തിലാണ് നമുക്ക് കണ്ണടച്ചുകൊണ്ട് കേൾക്കാൻ പറ്റുള്ളൂ. അവിടെ ഒരു ധ്യാനാത്മകതയുണ്ട്. ഒരിക്കലും ഒരു ജഡ്ജായിട്ടിരിക്കുമ്പോ ആസ്വാദനം എളുപ്പമല്ല. അവിടെ തെറ്റുകൾ കണ്ടുപിടിക്കണം, മറ്റാളേക്കാൾ ഇയാൾ മികച്ചതെന്ന്. ഈ ആസ്വാദനത്തിൽ നമുക്ക് അത് അറിയേണ്ടുന്ന ആവശ്യമില്ല. ഒരു കർണാട്ടിക് സംഗീതം, ഒരു ഹിന്ദുസ്ഥാനി സംഗീതം കേൾക്കുമ്പോൾ എനിക്ക് കണ്ണടച്ചുകൊണ്ട് അത് ആസ്വദിക്കാൻ അറിയാൻ എന്റെ ഉള്ളിലെ ആസ്വാദനം മാത്രം മതി, അതിനെക്കുറിച്ച് അറിവ് വേണ്ട. സത്യത്തിൽ എനിക്ക് സൗന്ദര്യത്തെക്കുറിച്ച് അറിയില്ലെങ്കിലും ഞാനത് വായിച്ച് അതിനെക്കുറിച്ച് കണ്ണടച്ചിരുന്നപ്പോൾ ഇതിന്റെ ആസ്വാദനം സംഭവിച്ചു. അതിൽ പലതും ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടാണ് നിൽക്കുന്നത്. അതിലാണ് ഞാൻ എപ്പോഴും സൂചിപ്പിക്കുന്നത്. അതിനുശേഷം എടുത്ത പല ക്ലാസ്സുകളിലും പറഞ്ഞ് 27ാമത്തെ ശ്ലോകം വായിച്ച് ഉള്ളിലേക്ക് ചെയ്താൽ ബാക്കി 99 നമ്മൾ അലിഞ്ഞു ചേർന്നുള്ളൂ. എന്റെ ജൽപ്പനങ്ങൾ മുഴുവൻ ജപമാകട്ടെ, എന്റെ നടപ്പ് മുഴുവൻ പ്രദക്ഷിണമാകട്ടെ, എന്റെ ഉറക്കം സാഷ്ടാംഗ പ്രണാമമാകട്ടെ. അങ്ങനെ അനായാസേനയുള്ള എന്റെ എല്ലാ പ്രവർത്തികളും അമ്മയ്ക്കുള്ള ആത്മാർപ്പണമായിട്ടുള്ളതാവട്ടെ എന്നാണ്. അനായാസത എന്ന് പറഞ്ഞ വാക്കിന് ഏറ്റവും വലിയ പ്രാധാന്യമുണ്ട്. നമുക്ക് ടെൻഷൻ വന്നാൽ ആയാസതയായി. അനായാസത ശൂന്യതയിലും സന്തോഷത്തിലും സംതൃപ്തിയിലും മനോഹാരിതയിലും സംഭവിക്കും. അത് ഉള്ളിലേക്ക് നോക്കുമ്പോഴേ ഉണ്ടാവുകയുള്ളൂ. ആ ഉള്ളിലേക്ക് നോക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ വിസ്ഫോടനത്തിനുള്ളിൽ ആനന്ദവും ചിലർക്ക് സ്ഫോടനമാണ്, ഒന്നും പറയാൻ പറ്റില്ല. ചിലരിന്ന് കരയുന്നതാണ്. അപ്പൊ ആ സ്ഫോടനം സംഭവിക്കണമെങ്കിൽ സൗന്ദര്യവും ആനന്ദവും നമ്മളിലേക്ക് വരണം. അത് ഫുട്ബോളുമായിട്ടും ബന്ധപ്പെടുത്താം, എന്തുമായിട്ടും നമുക്ക് ജീവിതത്തിന്റെ ഏതുമായിട്ടും ബന്ധപ്പെടുത്താം. അങ്ങനെ ഒട്ടേറെ രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ട് ഈ 100 ശ്ലോകങ്ങളിൽ അങ്ങ് അല്ലെങ്കിൽ അദ്ദേഹം എന്താണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് അമ്മയ്ക്ക് മാത്രമേ, അല്ലെങ്കിൽ അമ്മ മാത്രമേ അത് വിശദീകരിച്ചു തരാൻ പ്രാപ്തിയായിട്ടുള്ളൂ. അതെ 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 അതെ. അപ്പൊ നമ്മൾ പറയാറുണ്ട് സൗന്ദര്യം, ആസ്വാദനം, അനുഭവം, അനുഭൂതി. അപ്പൊ ഇത് 4 തലങ്ങളാണ്.
അപ്പൊ ഈ സൗന്ദര്യത്തിനെ നമ്മുടെ ചുറ്റാകുള്ള ഓരോന്നിലും ഈ വിശ്വപ്രപഞ്ചം മുഴുവൻ നമുക്കറിയാം ഒരു സൗന്ദര്യം മാത്രമേ ഇവിടെ തുളുമ്പി നിൽക്കുന്നുള്ളൂ. അപ്പൊ ഈ സൗന്ദര്യത്തിനെ അന്വേഷിച്ച് പോകുമ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ നമ്മളതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഈ കുഴപ്പത്രേ ഉണ്ടാകുന്നത്. പക്ഷെ അതിനെ ആസ്വദിക്കുമ്പോൾ അത് അനുഭവമായിട്ട് മാറുന്നു. അനുഭവം നമ്മുടെ ഉള്ളിൽ എന്തായി മാറുന്നു, അനുഭൂതിയായിട്ട് മാറുന്നു, അല്ലെങ്കിൽ ഏറ്റവും വലിയ എക്സ്ട്രസ് നിർവൃതിയിലേക്ക് വരുന്നു. അപ്പൊ ആ ഒരു തലമാണ് ഇപ്പൊ അനുഭവിച്ച് ഈ പുസ്തകത്തിന്റെ രൂപത്തിൽ വന്നിരിക്കുന്നതെന്ന് ആണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലേ? അതെ, വളരെ വളരെ സത്യമാണ്. ഞാൻ ഇത് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിന്റെ തന്നെ ഒരു ഇംഗ്ലീഷ് വെർഷൻ, അല്ലെങ്കിൽ ഓരോ ശ്ലോകത്തിന്റെയും ഇംഗ്ലീഷിൽ എന്ത് തോന്നുന്നു എന്നുള്ളത് കൽക്കട്ടയിലുള്ള ഒരു അമ്മയ്ക്ക് ഞാൻ എന്നും പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നായിരുന്നു. അപ്പൊ അത് ഒരു ദിവസം അങ്ങനെ അമ്മ ഈ 100 ശ്ലോകവും എടുത്ത് 100 ദിവസം കൊണ്ട് ധ്യാനിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു ദിവസം ശ്ലോകം എനിക്ക് എന്താണോ ആസ്വാദനമായി തോന്നുന്നത് അത് ഈ എഴുതിയതുമായി വളരെ വ്യത്യസ്തമായിരുന്നു. എന്റെ വൈഫിന്റെ അച്ഛൻ മരിച്ച സമയത്ത് അന്ന് അമ്മ വിചാരിച്ചു, ഇന്ന് വൈഫിന്റെ അച്ഛൻ മരിച്ചു എന്ന് അമ്മയ്ക്ക് അറിയാം, ഡൽഹിയിലുള്ള അമ്മയ്ക്ക് അറിയാം, ഇത് വരില്ല എന്നാണ് അമ്മ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ വൈഫിന്റെ അച്ഛന്റെ ചടങ്ങുകളൊക്കെ അവിടെ നടക്കുമ്പോൾ ഞാൻ എന്റെ കാറിനുള്ളിൽ കയറിയിരുന്നത് റെക്കോർഡ് ചെയ്യാണ്. എന്നിട്ട് അയച്ചു കൊടുത്തു കഴിഞ്ഞപ്പോ അവിടെ നിന്ന് തന്നെ അപ്പൊ തന്നെ ഒരു മെസ്സേജ്, ഹരീഷ് ഇന്ന് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലേ, ഇന്ന് ഞാനിത് വരില്ലെന്നാണ് പ്രതീക്ഷിച്ചത്. അപ്പൊ ഞാൻ ആ അമ്മയോട് പറഞ്ഞ്, ഹരീഷ് മരിച്ചിട്ടില്ലല്ലോ, ഇത് വന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഇതെനിക്ക് പറയണം, ഇത് എന്ത് ചെയ്യും? അപ്പോ എന്റെ ശ്രമമില്ലാതെ ഇത് സംഭവിക്കുമ്പോ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഹരീഷ് ബാബു ഒന്നുമല്ല, നമ്മുടെ ഇൻസ്ട്രുമെന്റ്. അത് മനസ്സിലാക്കുമ്പോ ഉണ്ടാകുന്ന ഒരു സുഖം, അതിലൂടെ എന്നിലൊരു സാധനയും രൂപപ്പെട്ടു. ആ സാധനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പറയാൻ അർജ് തോന്നുന്ന സമയത്ത് അത് പറയാതിരിക്കുക. അതിപ്പോ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇരുന്ന് ചർച്ച ചെയ്യുകയാണെങ്കിൽ നമുക്ക് അറിയുന്ന കാര്യമായിരിക്കും, വ്യക്തമായി അറിയുന്ന കാര്യമായിരിക്കും, പക്ഷെ അത് നേരെ തെറ്റായിട്ടായിരിക്കും പലരും പറയാം. നമ്മൾ ആദ്യകാലത്തൊക്കെ അതിൽ കയറി ഇടപെടും, അല്ലെങ്കിൽ സംസാരിക്കും. ഈ ഒരു ചിന്ത എൻ്റെ ഉള്ളിലേക്ക് അമ്മ തന്നതിന് ശേഷം പൂർണ്ണമായി തെറ്റാണെന്ന് ബോധ്യമുള്ള എനിക്ക്, എൻ്റെ പരിമിതമായ അറിവ് വെച്ചിട്ട് ബോധ്യമുള്ള ഒരു കാര്യം അയാൾ ഇവിടെ നിന്ന് പറയുകയാണെങ്കിലും എൻ്റെ ഉള്ളിൽ പറയാനുള്ള ത്വരയെ ഞാൻ അടക്കാൻ തുടങ്ങി. ഇത് ഫലിച്ചപ്പോ വല്ലാത്ത സുഖമാണ്. ഇത് ഫലിച്ചപ്പോഴാണ് ഉബുണ്ടു എന്ന് പറയുന്ന ഒരു സാധനം പറഞ്ഞ ലേൺ ടു ലിസൺ ദെൻ യു ക്യാൻ ഹിയർ എന്നുള്ളത് നമുക്ക് മനസ്സിലായത്. അപ്പൊ ഈ ത്വരയെ അടക്കുന്നത് വലിയൊരു ഒരു സാധനയാണ്. അത് ഞാൻ കുട്ടികൾക്കൊക്കെ ട്രെയിനിലേക്ക് പറയുന്നത്, അടിക്കാൻ തോന്നുമ്പോ അടിക്കുന്നതിന് മുന്നേ നിർത്തുക. അപ്പൊ ഇത് വാക്കിലൂടെ കേട്ട് എൻ്റെ ഉള്ളിൽ തെറ്റാണെന്ന് എനിക്ക് അറിയാവുന്ന സാധനം ഞാൻ ശരിയെന്നതുപോലെ കേൾക്കാൻ തുടങ്ങിയപ്പോ നിർവ്വാണയിലേക്കുള്ള വഴിയാണെന്ന് പറയുന്നത്. കാരണം ഓഷോയൊക്കെ വളരെ കഷ്ടപ്പെട്ട് വ്യാഖ്യാനിച്ചൊരു സാധനമാണിത്. കാരണം രതിയുടെ ഉത്തംഗ ശൃംഗങ്ങളിലേക്ക് എത്തുക, അവിടെ നിർത്തുക, കുന്നിന്റെ മണ്ടേ കയറരുത്, മണ്ടേ കയറി കഴിഞ്ഞ് ബോറടിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കുന്നിന്റെ താഴ്വരകളിൽ നിൽക്കുക, വീണ്ടും കയറാൻ ശ്രമിക്കുക, താഴെ നിൽക്കുക. രതി എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാത്തിനുള്ള ഭ്രമമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ എന്തിനോടുള്ള ആ ഒരു ഭ്രമാത്മകതയെ നമ്മൾ എന്ത് ചെയ്യണം, തൊട്ട് താഴെ നിർത്തുക. ആ നിർത്തുമ്പോഴത്തേക്ക് ഇത് ക്ലിയർ ആണ്. അപ്പൊ വലിയൊരു സംഭവമാണ് ഈ പറഞ്ഞു വെച്ചത്. എന്റെ ഒരു സുഹൃത്ത്, എന്റെ ആദ്യ പുസ്തകമുണ്ട് ജ്ഞാനപുസ്തകം, അതിൽ എഴുതിയിട്ടുള്ള ഒരു കഥ അദ്ദേഹം എന്നോട് പറയാണ്, ഇങ്ങനെ ഒരു കഥയുണ്ട്. അപ്പൊ അദ്ദേഹം എവിടെയോ വായിച്ചത് എന്നുള്ള ലെവലിലാണ് പറഞ്ഞത്. അപ്പൊ ഞാനത് മുഴുവൻ കേട്ടോ, നന്നായിട്ടുണ്ട്, നല്ല വെർഷനാണെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് കുറെ നാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം അത് വീണ്ടും വായിച്ചപ്പോ എന്നോട് പറഞ്ഞു, ഹരീഷ് ചേട്ടാ, അന്ന് ഞാൻ പറഞ്ഞ കാര്യം നിങ്ങളുടെ പുസ്തകത്തിലുള്ളതാണല്ലോ, ഇത് ഞാൻ നിങ്ങളോട് പലതും വഴിവിട്ട് പറഞ്ഞിട്ട് നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് കുറച്ചു കൊല്ലമായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു സന്തോഷകരമായ സാധനയാണ്. ഇനിയിപ്പോ അങ്ങ് പറയുമ്പോ അതിൽ പുതിയത് എന്തെങ്കിലും ഉണ്ടെങ്കിലോ, ഇത് ഞാൻ കുറച്ച് വർഷത്തേക്ക് റിവൈൻഡ് അടിച്ച് നോക്കുക, ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല, നമ്മൾ ഇടയിൽ കയറി പറയും. അപ്പൊ ആ പറച്ചിലിനെ സ്റ്റോപ്പ് ചെയ്തപ്പോ വെറുതെ നമുക്കൊരു ഒരു പ്രകാശത്തിന്റെ ഒരു വൈബ്രേഷൻ ഉള്ളിൽ ഇങ്ങനെ തണുപ്പോടുകൂടി സ്പന്ദിക്കുന്നത്, അതാണ് നമുക്ക് ഉണ്ടായിട്ടുള്ള ഫീല്. പ്രകാശമുണ്ട്, അവിടെ അഗ്നിയുണ്ട്, പക്ഷെ തണുപ്പ്. ഈ സാധനം നമ്മുടെ ഈ അർജുനെ പറയാനുള്ള അർജുനെ അടക്കുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളതാ. ഇത് എപ്പോഴാണ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അതൊരു ഗ്രൂപ്പിലിരിക്കുമ്പോ എനിക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടാവും. ആ സംസാരിക്കാൻ തോന്നുന്ന സമയത്ത് അതിനെ അടക്കിക്കൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ടിരുന്ന് കേൾക്കുക എന്നുള്ളതിനേക്കാൾ മനോഹരമായ ഒരു ധ്യാനം അടുത്ത കാലത്ത് സാക്ഷ്യഭാവത്തിൽ എല്ലാത്തിനും കാണുക എന്ന് പറയുന്ന മറ്റൊരു ദർശനം. ശരിക്കും നമുക്ക് ഇവിടെ ഒരു സാധനം അങ്ങനെ നമുക്ക് വരും. അതെ നമ്മുടെ ഈഗോയുടെ ഒരു വലിയ കൺട്രോൾ മാസ്റ്ററിങ് ആണ് ഈ, അല്ലെ? വലിയ ഗംഭീരമായ ഒരു സാധനമാണ് ഈ സിമ്പിൾ ആയിട്ട് പറഞ്ഞു. അല്ലെ, ഇത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ പുസ്തകം വായിച്ചു നോക്കുമ്പോഴത്തേക്ക് ശങ്കരാചാര്യ സ്വാമി എഴുതിയപ്പോൾ തന്നെ നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഒരു ഗരിമ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു സംഭവം കേൾക്കുമ്പോഴേ നമുക്കൊരു വല്ലാത്തൊരു വിഭ്രാന്തിയാണ്. നമുക്കത് മനസ്സിലാക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ നമുക്കത് പ്രാപ്യമാണോ എന്ന് വിചാരിക്കും. പക്ഷെ മായാലഹരിയിലൂടെ പോകുമ്പോൾ നമ്മൾ കാണുന്ന നമ്മുടെ ചുറ്റാകെ ഈ എന്താ പറയുക, ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞു വെച്ചത് നമ്മുടെ ചുറ്റാകെ എന്ന് അദ്ദേഹം ഇങ്ങനെ ഹാൻഡ് പിക്ക് ചെയ്തെടുത്ത്, ഇതായിരുന്നു സാധനം, അല്ലെങ്കിൽ ഇതായിരുന്നു സാധനം എന്ന് പറയുന്ന ഒരു മാന്ത്രികത ശരിക്കും നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും.
പിന്നെ അങ്ങ് നേരത്തെ പറഞ്ഞ ഒരു സ്ട്രെസ്സിനെ കുറിച്ച് പെട്ടെന്ന് മനസ്സിൽ വന്നതാണ്. ഒരു ജെസ്യൂട്ട് പ്രീസ്റ്റ് ആയിരുന്ന ഒരു കവിയുണ്ട്, ജെറാർഡ് മാൻലി ഹോപ്കിൻസ്. അപ്പൊ അദ്ദേഹം ഒരു വലിയ സംഘർഷാവസ്ഥയിലായിരുന്നു. അതായത് ഈശ്വരൻ ഉണ്ടോ ഈശ്വരൻ ഇല്ലയോ എന്നുള്ള, അതായത് ഈ ഒറിജിനൽ സ്പീഷീസ് ഒക്കെ വരുന്ന ഇൻഡസ്ട്രിയലൈസേഷന്റെ ഒക്കെ ഒരു കാലഘട്ടത്തിൽ ഈശ്വരൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു വല്ലാത്തൊരു കൺഫ്യൂഷനിലായിരുന്നു അദ്ദേഹം. അപ്പൊ ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഇതുപോലെ കവിത സംഭവിക്കുകയാണ്. അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു വലിയ ഒരു ടോട്ടാലിറ്റിയെ കാണുമ്പോൾ ആ ടോട്ടാലിറ്റിയെ അത് മാത്രമാക്കി മാറ്റുന്ന അതിൻ്റെതായ ഒരു പ്രത്യേകത ഉണ്ടെന്നാണ്. ദ ഡിസ്റ്റിങ്റ്റീവ് ക്വാളിറ്റി ഓഫ് സംതിങ് ദാറ്റ് മേക്സ് സംതിങ് സംതിങ്. അതായത് ഇപ്പം ഹരീഷ് ഏട്ടന്റെയും എൻ്റെ ശരീരത്തിലെ കോശങ്ങളുണ്ട്, നമ്മളിൽ ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും ഒക്കെ മനുഷ്യൻ്റെതായ എല്ലാ സാധനമുണ്ട്. പക്ഷെ അങ്ങേ മാത്രമാക്കി മാറ്റുന്ന ഒരു പ്രത്യേകത, എന്നെ ഞാനാക്കി മാത്രം മാറ്റുന്ന ഒരു പ്രത്യേകത, ഈ പ്രത്യേകതയാണ് അദ്ദേഹം ഇൻസ്കേപ്പ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ആ ഇൻസ്കേപ്പ് തിരിച്ചറിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ അറിയാതൊരു സ്ട്രെസ് ഉണ്ടാകുന്നു. ആ സ്ട്രെസ്സിനെയാണ് അദ്ദേഹം ഇൻസ്ട്രെസ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഇത് പോസിറ്റീവാണ്. നമ്മൾ സാധാരണയായിട്ട് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ പോയി മെഡിസിൻ കഴിക്കും. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപാരമായിട്ടുള്ളൊരു സ്ട്രെസ്സാണ്. അതുപോലെ പൂജ്യ ഗുരുദേവ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് 5 തരത്തിലുള്ള റെസ്റ്റ്ലെസ്നെസ് ഉണ്ട്. അപ്പൊ ഞാനത് കൗതുകത്തോടെ കേട്ടോണ്ടിരുന്നു. 4 പറഞ്ഞു, അതായത് സിറ്റുവേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. 5-മത്തെയാണ് ഞാൻ ജാഗരൂകനായി കേട്ടത്, സ്പിരിച്വൽ റെസ്റ്റ്ലെസ്നെസ്. എന്നിട്ട് അദ്ദേഹം ഒരു സെക്കൻഡ് നിർത്തിയിട്ട് പറഞ്ഞു, അതൊരിക്കലും മാറ്റാൻ ശ്രമിക്കരുത്, യു ആർ ബ്ലസ്ഡ്. അപ്പൊ ആ സ്ട്രെസ്സാണ് അങ്ങ് അനുഭവിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ സ്ട്രെസ്സാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ഒരു ക്രിയേറ്റിവിറ്റിയിലേക്ക് വന്നത്. അപ്പൊ പ്രപഞ്ചം മുഴുവൻ നിൽക്കുന്ന ഈ ഒരു സ്ട്രെസ്സിനെ പോസിറ്റീവായിട്ട് തന്നെ കാണുമ്പോൾ അതിൽ നിന്ന് അപാരമായിട്ടുള്ളൊരു ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ക്രിയേഷൻ ഉണ്ടാകുന്നു, അല്ലെ? അങ്ങ് അതിനെ വാക്കുകളിലേക്ക് ഇപ്പോ ചില കൊണ്ടുവരൽ എളുപ്പമല്ല. ചില സാധനങ്ങൾ നമ്മൾ കേൾക്കും, പ്രാക്ടീസ് ചെയ്യും, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒരു അവസരം വന്നാൽ നമുക്കത് ഉപയോഗിക്കാൻ കഴിയില്ല. ഞങ്ങള് പുട്ടപുർത്തി റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്നു. അപ്പോൾ ട്രെയിൻ കുറച്ച് ലേറ്റാണ്. അപ്പോൾ കുറേ ഞാൻ എന്താണ് പുട്ടപുർത്തി നടക്കാനെന്ന് അറിയാൻ വേണ്ടി പോയതാണ്. കാരണം ഞാൻ ഈ കേട്ടറിവിനേക്കാൾ നമുക്ക് അനുഭവിക്കുമ്പോൾ പുട്ടപുർത്തിയിൽ എന്ത് നടക്കുന്നു എന്ന് അറിയാൻ വേണ്ടി പോയപ്പോൾ അവിടെ കുറേ അനുഭവങ്ങൾ നമുക്കുണ്ടായി. അപ്പോൾ കുറേ അമ്മമാര്, ഒരു 5-8 അമ്മമാര് ഭയങ്കര സ്ട്രെസ്സിൽ നിൽക്കുകയാണ്. അങ്ങ് പറഞ്ഞ പോലെ സ്ട്രെസ് എന്താന്ന് വെച്ചാൽ ട്രെയിൻ ലേറ്റ് ആയതാണ്. അപ്പൊ ഞാൻ അങ്ങനെ ചെന്നപ്പോൾ അയ്യോ ഇനിയിപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ട്രെയിൻ മിസ്സാവോ, എന്താ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വലിയൊരു ഫോട്ടോ വെച്ചിട്ടുണ്ട് സത്യസായി ബാബയുടെ അവിടെ. അതിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ട്, ഞാൻ ഇവിടെയുള്ളപ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് ഭയം. അപ്പൊ ഞാൻ അമ്മമാരെ പരിചയപ്പെട്ടിട്ട് ചോദിച്ചു, എത്ര വർഷമായി ഇവിടെ? 10-25 വർഷമായി ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, എഴുതിയത് കാണുന്നുണ്ടോ? വൈ ഫിയർ വെൻ ഐ എം ഹിയർ. ഇത് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ വണ്ടി പോയ പോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ അതിലൊരു അമ്മന്റെ കൈ ഇങ്ങനെ പിടിച്ചു, ഹൈ ശരിയാണ്, നന്നായിണ്ടല്ലോ. അപ്പൊ നിങ്ങൾ സ്വാമിയിൽ വിശ്വസിക്കുന്നുണ്ടെന്നാണല്ലോ നിങ്ങൾ പറയണത്. ഞാൻ അങ്ങനെ വന്ന ആളല്ല. പക്ഷെ ഇവിടെ വന്നപ്പോ എനിക്ക് പലതും കിട്ടി. വണ്ടി പോട്ടെ നമുക്ക്. അപ്പോ അവരുടെ മുഖത്ത് ഇപ്പൊ ബിജുവായി പറഞ്ഞ അങ്ങ് പറഞ്ഞതുപോലെ സ്ട്രെസ് ഇവിടെ മാഞ്ഞു പോകുന്ന നമ്മൾ കാണാണ്. പിന്നെ റിലാക്സ്ഡ് ആയി. പിന്നെ ഞങ്ങൾ വണ്ടിയിൽ 1 മണിക്കൂർ വൈകി വന്ന വണ്ടി അത് റണ്ണിങ് ടൈം കവർ ചെയ്ത് 10 മിനിറ്റ് നേരത്തെ ഇവിടെ എത്തി. പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് ഇരിഞ്ഞാലക്കുട അവർ ഇറങ്ങുന്നത് വരെ ഞങ്ങൾ സത്സംഗമായിരുന്നു. മോനെ ഒരൊറ്റ വാക്ക് കൊണ്ട് നമ്മുടെ ഉള്ളിലെ സ്ട്രെസ് പോയി എങ്കിൽ, അപ്പൊ വാക്കിന് സ്ട്രെസ് ഉണ്ടാക്കാനും കഴിയും, സ്ട്രെസ് ഇല്ലാതെയാക്കാനും കഴിയും. വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി ഫോർ റിയൽ ഡെവലപ്മെന്റ്, അതാണ് വേർഡിന്റെ ഒരു ആന്തരിക അർത്ഥം. അപ്പൊ അത് ഡെവലപ്മെന്റ് ഉണ്ടാകണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ വാക്കിന്റെ അർജുനെ എന്നിട്ട് അത് അലിയണം. അങ്ങനെ പിടിച്ചു വെക്കാനും പാടില്ല. ഇതുണ്ടാകുമ്പോ നമ്മുടെ ഉള്ളില് ശിവനും അമ്മയും ശക്തിയും എല്ലാം ചേർന്നുള്ള ഒരു അതിനിപ്പോ നൃത്തം എന്ന് വിളിക്കുന്നതിനേക്കാൾ എനിക്ക് ഫുട്ബോൾ കളി എന്ന് പറയാനായിരുന്നു. കാരണം ഗ്രൗണ്ടിലെ ശൂന്യ സ്ഥലങ്ങൾ തേടിയുള്ള നൃത്തമാണ് ഫുട്ബോൾ എന്ന് പറയുന്നത്. തീർച്ചയായും. അപ്പൊ ഫുട്ബോൾ നമ്മുടെ ജീവിതമായിട്ട് തന്നെ എടുത്താൽ, പിന്നെ ഫുട്ബോളിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആത്മീയതയുമായിട്ടുള്ള കണക്ഷനുണ്ട്. ഒരു ബാക്കിന്റെ അടുത്ത് ഒരു ബോൾ മിസ്സായാൽ ഗോൾ കീപ്പർ അത് തടുക്കാനാ ശ്രമിക്കുക. അവൻ വിട്ടു, ഞാൻ എന്തിന് തടുക്കണം എന്ന് വിചാരിക്കുന്നില്ല. അപ്പൊ മറ്റൊരാളുടെ മിസ്സിനെ അംഗീകരിച്ചുകൊണ്ട് ഞാൻ അവനെ സപ്പോർട്ട് ചെയ്യാൻ എന്റെ ഫുൾ എഫേർട്ട് വിടുകയാണ്. ഇത് സ്പിരിച്വാലിറ്റിയിലെ സംഭവിക്കുള്ളൂ, അല്ലെങ്കിൽ സ്പോർട്സിലെ സംഭവിക്കുന്നുള്ളൂ. അപ്പൊ ഇത് രണ്ടും കൂടി കണക്ട് ചെയ്തപ്പോ വിവേകാനന്ദ സ്വാമി പറഞ്ഞ ആ ഹെവനും ഫുട്ബോളും അമ്മയും നൃത്തവും എല്ലാം നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നതാണ്. ഈ മായ ലഹരി, ആനന്ദ സൗന്ദര്യം, ഈ സൗന്ദര്യ ലഹരി നമ്മളിലൂടെ സംഭവിച്ചപ്പോ നമുക്ക് അനുഭവിക്കാനും കഴിഞ്ഞുള്ളതാണ് അതിന്റെ ബ്ലെസ്സിങ്. തീർച്ചയായും. അപ്പൊ ഒരു കാര്യം ഇതിന്റെ കൂട്ടത്തിൽ വന്നത് ചോദിക്കുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് ഇന്നത്തെ ലോകം മുഴുവൻ സ്ട്രെസ്ഫുൾ ആണ്. കാരണം ഇന്നത്തെ യൂത്തിന് എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല, അവർ വളരെയേറെ സ്ട്രെസ്ഫുൾ ആണ്. അങ്ങനെയൊക്കെ പ്രത്യേകിച്ച് ഇങ്ങനെ സെഷൻസ് എടുക്കുന്നുണ്ട്, ഞാനും എടുക്കാൻ പോകുമ്പോഴും മനസ്സിലാക്കുന്ന ഒരു വലിയ കാര്യമാണ്. ഒരുപാട് പേരെ ആത്മഹത്യയുടെ ഇതിൽ നിന്ന് നമ്മൾ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യുന്നു, ഈ മായയിൽ കുടുങ്ങിയിട്ട് ലഹരിയിലേക്ക് പോകും. അപ്പൊ ഇതാണ് മായാ ലഹരിയുടെ മറ്റൊരു പ്രശ്നം. അപ്പൊ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ പ്രപഞ്ചത്തെ കുറിച്ച് നമ്മൾ അറിയാൻ ശ്രമിക്കുമ്പോൾ ഭാരതീയ വേദാന്തങ്ങളിൽ പറയുന്നുണ്ട്, അവനവനെ കുറിച്ചുള്ള അറിവാണ് അറിവിന്റെ ആരംഭം എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ അന്വേഷിച്ച് തുടങ്ങി ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ 2 ഘട്ടൊരു പോയിന്റിൽ നമ്മൾ വന്നിരിക്കും.
അപ്പൊ ഇന്ന് കാണുന്ന ഈ വിശ്വനടനം എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിൽ കാണുന്ന ഒരു കേവലമായ ഒരു അമീബ മുതൽ ഏറ്റവും വലിയ ഒരു ജീവി വരെ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു വലിയ വിശ്വസമുദ്രം പോലെ, അല്ലെങ്കിൽ ഈ പറയുന്ന താരാപഥങ്ങൾ പോലെ, അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ പോലെ ഇങ്ങനെ വികരിച്ചു നിൽക്കുന്ന ഈ പ്രപഞ്ചം യഥാർത്ഥത്തിൽ ശിവന്റെ ഉള്ളിലുണ്ടായ ഒരു സ്ട്രെസ്സായിട്ട് എനിക്ക് പെട്ടെന്ന് തോന്നുകയും അതിൻ്റെ ഒരു എക്സ്പ്ലോഷനായിട്ട് ദേവിയെ കാണാൻ പിന്നെ എനിക്ക് മനസ്സിൽ തോന്നുകയും ചെയ്തു. അതിലെന്തെങ്കിലും സാങ്കത്യമുണ്ടോ? അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ സാധനത്തിലേക്ക് തന്നെ പോകണം. ഈ സ്ട്രെസ് ക്രിയേറ്റീവുമാണ്, ഡിസ്ട്രക്റ്റീവുമാണ്. അതെ. അപ്പൊ ഈ ക്രിയേഷനിലേക്കാണ് എൻ്റെ സ്ട്രെസ് വരുന്നതെങ്കിൽ എൻ്റെ അടുത്ത തലമാണ്. അപ്പോൾ എനിക്ക് ഒരു 50,000 രൂപ ശമ്പളമുള്ള ഒരു ജോലിയുണ്ട്, അതിൽ ഞാൻ തൃപ്തനല്ല, അതൃപ്തി നെഗറ്റീവാണ്. പക്ഷെ ഈ അതൃപ്തിയിൽ നിന്നും ഞാനൊരു 75,000-ഓ 1,00,000-ഓ ശമ്പളമുള്ള ഒരു ജോലി തിരയുന്നു, എനിക്കത് ലഭിക്കുന്നു. അപ്പൊ എൻ്റെ ഈ അതൃപ്തി എന്ന് പറയുന്ന നെഗറ്റിവിറ്റി തന്നെ ഞാൻ അടുത്ത ശ്രമത്തിലൂടെ പോസിറ്റിവിറ്റി ആക്കി. അപ്പോ ഭഗവാനെ കുറിച്ച്, ശിവനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഈ എന്താ പറയാ, ദേവിയുടെ ഭുജങ്ങൾ സ്പർശിക്കുന്ന മരത്തിനോട് പോലും അസൂയ ഉണ്ടായി എന്നൊക്കെ ഇതിൽ ശ്ലോകം. ഭഗവാൻ എന്തിനാ അസൂയ? അപ്പോ നമ്മളെക്കാൾ താഴെ എന്ന് നമ്മൾ കരുതുന്ന സമത്തിലുള്ളവരോടോ മുതിർന്ന അല്ലെങ്കിൽ ഉയരുള്ളവരോടോ നമുക്ക് അസൂയ തോന്നുള്ളൂ. തന്നെക്കാൾ അല്ലെ മുകളിലുള്ളവരോടോ സമപ്രായക്കാരോടോ അല്ലെങ്കിൽ സമ ലെവലിൽ നിൽക്കുന്നവരോ. അപ്പോ ഇത്രയും താഴെ നിൽക്കുന്ന ഒന്നിനെ തന്നോളം ഉയർത്തി അസൂയപ്പെടുകയാണ്. അപ്പൊ അവിടെ ശിവം ശക്തി രണ്ടും ഒന്നായി സർവചരാചരങ്ങളിൽ സ്പന്ദിക്കുന്ന, അപ്പൊ അസൂയയും ഞാനാണ്. എല്ലാം കുറെ ശ്ലോകങ്ങളുണ്ടായില്, മറ്റേ ചെവിക്ക് കണ്ണിനോട് അസൂയ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഓരോ പദത്തിനും അതിന്റെ ആന്തരികാർത്ഥവുമുണ്ട്, പുറത്തെ അർത്ഥമുണ്ട്. അപ്പൊ സ്ട്രെസ് എന്ന് പറയുന്നത് ക്രിയേറ്റീവ് ആക്കാൻ എല്ലാവർക്കും സാധ്യമല്ല. ഈ ക്രിയേറ്റീവ് ആകണമെങ്കിൽ ഇൻ ഡിപ്പെൻഡൻസ് വേണം, ഔട്ട് ഡിപ്പെൻഡൻസ് അല്ല വേണ്ടത്. ഇൻ ഡിപ്പെൻഡൻസ് ഉണ്ടാകുമ്പോഴേ ഇൻഡിപെൻഡൻസ് സംഭവിക്കുള്ളൂ. നമ്മള് ഔട്ട് ഡിപ്പെൻഡൻസ് ആണ്. അപ്പൊ ഫ്രീഡം എന്ന് പറയുന്നതിന് വേണ്ടി, ഫ്രീഡം ആണല്ലോ ആത്മീയത, അല്ലെങ്കിൽ നമുക്ക് ആസ്വദിക്കാം. മിഖേൽ നെയ്മി പറയുന്നത് പോലെ എല്ലാറ്റിൽ നിന്നുമുള്ള മോചനമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ എല്ലാറ്റിനെയും സ്നേഹിക്കും. അപ്പൊ പിന്നെ എല്ലാറ്റിൽ നിന്നുള്ള ഇത് കോൺട്രഡിക്ഷൻ അല്ല, കോംപ്ലിമെന്ററി ആണ്. അപ്പൊ അങ്ങ് പറഞ്ഞതുപോലെ ഈ സ്ട്രെസ് ഭഗവാനുമായി കൂടിച്ചേരുമ്പോൾ എല്ലാം ക്രിയേഷനാണ്. അവിടെ പിന്നെ നമുക്ക് നെഗറ്റീവായിട്ടൊന്നും കാണാനേ ഇല്ല. ആ നെഗറ്റീവ് കാണുന്നത് നമ്മളിലേക്ക് വന്ന് നമ്മളിൽ സ്പന്ദിക്കുന്ന ഭഗവാനെയോ ദേവിയോ മറന്നുകൊണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 41, 59 എന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലേക്ക് കൊടുത്തതിനെ ഒതുക്കി. അങ്ങയുടെ ചാനലിന്റെ പേര് തന്നെ പാരാനോർമലാണ്. ഈ 5 ഇന്ദ്രിയങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ അടുത്തേക്ക് പോകാൻ ശ്രമിക്കുന്നത്. ഇതിന്റെ സഹായം വെച്ചിട്ട് ഇതിന്ന് കുടുങ്ങാനും പാടില്ല, പുറത്തേക്ക് പോകും വേണം. അപ്പൊ ഈ സ്ട്രെസ്സിനെ ക്രിയേറ്റീവായിട്ട് മറികടക്കുന്നവൻ ഉള്ളിൽ ശിവശക്തി ഐക്യ നടനം കാണും. അതല്ലാത്തവൻ ഇത് എവിടെ, ഇപ്പൊ സാധന വ്യസനമാണ് ഏറ്റവും വലിയ വ്യസനം എന്നാണ് ആചാര്യന്മാര് പറഞ്ഞത്. ഞാൻ ഇപ്പൊ ഒരു 5 മണിക്ക് ജപിക്കാൻ പറഞ്ഞു, ജപിച്ചില്ലേ ഞാൻ അത് കുടുങ്ങി. ഈ സാധനാ വ്യസനം കാരണം കുടുങ്ങുന്ന കുറെ ആൾക്കാരെ കാണാക്കി ഭാഗ്യണ്ടായിരുന്നു. അവര് അതുകൊണ്ട് തന്നെ നശിച്ചുപോയി. അപ്പൊ സ്വാതന്ത്ര്യമാണ്, ഈശ്വരൻ സ്വാതന്ത്ര്യമാണെങ്കിൽ ഈശ്വര സാധന എങ്ങനെയാണ് സ്ട്രെസ്ഫുൾ ആകുന്നത്? ഇത് പലർക്കും നെഗറ്റീവായിട്ടുള്ള സാധനത്തെക്കാൾ അല്ലെ പോസിറ്റീവായിട്ടുള്ള സാധനത്തെക്കാൾ കൂടുതൽ നൽകുന്നത് നെഗറ്റീവാണ്. അപ്പോ ഭഗവാന്റെ ഉള്ളിലെ ആ സ്ട്രെസ് സർവ ചരാചരങ്ങളുമായി പൊട്ടി വിടർന്നുവെങ്കിൽ ഇറ്റ്സ് എ പോസിറ്റീവ് സ്ട്രെസ്. അതിനെ സ്ട്രെസ് എന്ന് പോലും നമുക്ക് എനിക്ക് വിളിക്കാൻ പറ്റില്ല. അതിന് മറ്റേ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞൊരു വാക്കിൽ ഇൻഫ്ര മാത്രം എടുത്താൽ മതി. ഇന്നർ നോഷൻസ് ഫങ്ഷനിങ് ഫോർ റൈറ്റ് അച്ചീവ്മെന്റ്സ്. അപ്പൊ റൈറ്റ് അച്ചീവ്മെന്റ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ഉള്ളിലെ ചിന്തകൾ പ്രവർത്തിക്കണം. അത് സ്ട്രെസ്ഫുൾ ആണെങ്കിൽ ക്രിയേറ്റീവായിട്ട് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ, ഒരു ബിസിനസ്സുകാരൻ എത്രയോ വർഷം സ്ട്രെസ് എടുത്തിട്ടാണ് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് അത് ആയിരക്കണക്കിന് ആൾക്കാർക്ക് യൂസ്ഫുൾ ആകുന്നത്. അപ്പൊ അവന്റെ ഇന്നത്തെ സ്ട്രെസ് അത് നമ്മളിലേക്ക് വരുമ്പോ ചെറിയൊരു സാധനമായി. അപ്പൊ ഈ പ്രപഞ്ചത്തിലേക്കും ദേവനിലേക്കും ദേവിയിലേക്കും വരുമ്പോ അവരുടെ എല്ലാ സാധനവും നമുക്ക് പോസിറ്റീവാണ്. പക്ഷെ നമുക്ക് ഉപയോഗിക്കാൻ വാക്കുകൾ പരിമിതമാണെന്നുള്ളത് കൊണ്ട് നമ്മൾ സ്ട്രെസ് എന്ന് പറഞ്ഞ വാക്കിലേക്ക് അവിടെയുമായി ബന്ധപ്പെടുത്തിയാൽ ഇതെല്ലാം പോയി. അവിടെയുമായിട്ട് ബന്ധപ്പെടുത്താഞ്ഞാൽ ഈ സ്ട്രെസ് എന്നുള്ള വാക്ക് നമുക്ക് ടെൻഷൻ നൽകും, അവിടെ അറ്റൻഷൻ നൽകും. നമുക്ക് ടെൻഷനിലായി പോകും. ഇതാണ് അതിന്റെ വ്യത്യാസം. അപ്പൊ ഈ ഹോപ്കിൻസിന്റെ കാര്യം പറഞ്ഞപ്പോ തന്നെ അദ്ദേഹം ഒരു ദിവസം കണ്ടത് ഒരു പ്രാപ്പിടീൻ ഇങ്ങനെ പറന്നു പോകുന്നു. വിൻഹവർ എന്ന് പറഞ്ഞ കെസ്ട്രൽ എന്നൊക്കെ പറഞ്ഞ ഇതുണ്ടല്ലോ, അതിങ്ങനെ പറന്നു പോകുന്നു. അപ്പൊ അദ്ദേഹം കുറെ നേരം നോക്കിയിരിക്കുമ്പോഴത് കുറെ സമയം ഇങ്ങനെ പറക്കാതെ നിൽക്കുന്നുണ്ട്. അപ്പൊ പറക്കാതെ നിൽക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഈ കാറ്റിന്റെ പ്രിൻസ് ആണ്, അല്ലെങ്കിൽ രാജാവാണ്, അല്ലെങ്കിൽ ആ ഒരു അധികാരം ഉള്ളത് കൊണ്ട് എല്ലാത്തിനെയും നിയന്ത്രിച്ച് തന്റെ അടിയിൽ നിർത്തുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഐ കോട്ട് ദിസ് മോർണിംഗ്സ് മിനിയൻ കിങ്ഡം ഓഫ് ഡൈലൈറ്റ്സ് ഡോഫിൻ ഡാപ്പിൾ ഡോൺ ഡ്രോൺ ഫാൽക്കൻ ഇൻ ഹിസ് റൈഡിംഗ് എന്നിട്ട് 14 വരെയുള്ളൊരു സംഗതിയാണ്. പക്ഷെ അത്
അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ തന്നെ നമുക്ക് വളരെ 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 വിചിത്രമായിട്ടുള്ള എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ പറവ എന്ന് പറയുന്നതിന്റെ ഒരു മഹത്വം, അതിന്റെ ഒരു മാസ്റ്ററി ഞാൻ തിരിച്ചറിയുമ്പോൾ അദ്ദേഹം ഉടനെ പറയുന്നത് ദിസ് ഈസ് ഓൺലി എ മിറർ ദാറ്റ് ഈസ് റിഫ്ലക്ടിങ് ദ ഗ്ലോറി ഓഫ് ഗോഡ് എന്നാണ്. അപ്പൊ അദ്ദേഹം ഒരു ക്രിസ്തുമത വിശ്വാസി ആയതുകൊണ്ട് അദ്ദേഹം പറയുന്നത് ദിസ് ഈസ് റിയലി റിഫ്ലക്ടിങ് ഓർ ദിസ് ഈസ് മിററിങ് ക്രൈസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പൊ അതുപോലെ ഈ കാണുന്ന ഓരോ ഒരു പുൽനാമ്പിൽ പോലും ഈശ്വരന്റെ ചൈതന്യത്തിൻ്റെതായ ആ ഒരു എക്സ്പ്ലോഷൻ കാണാൻ നമുക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവിതം മായയും ലഹരിയുമായിട്ട് മാറുന്നു. വളരെ കറക്റ്റ്. അപ്പൊ അങ്ങ് പറഞ്ഞാൽ ഒരൊറ്റ വാക്കെടുത്താൽ ഇതെല്ലാം കണക്റ്റഡ് ആണ്. പറവ എന്ന് പറയുന്ന വാക്കെടുത്താൽ പറ വാ എന്നാണ് പറഞ്ഞത്. നീ എന്നോട് പറ വാ എന്ന് നമ്മുടെ ഉള്ളിലെ ചൈതന്യം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. അത് ക്രൈസ്റ്റ് കോൺഷ്യസ്നെസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെന്നും പറഞ്ഞു. ഇത് നമ്മളോട് എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. മാ യാ എന്ന് പറഞ്ഞ് തിരിച്ചു വായിച്ചാൽ യാ മാ യാ എന്ന് പറഞ്ഞാൽ യെസ് മാ. ആ അമ്മയുടെ ആ ആജ്ഞ ഞാൻ ശിരസാ വഹിക്കാൻ എപ്പോഴും തയ്യാറാണ്, യെസ് മാ. ഇത് പറയാൻ നമുക്ക് കഴിഞ്ഞാൽ ഈ മായ തന്നെ മായയ്ക്ക് അപ്പുറം പോകാൻ ുള്ള സ്റ്റെപ്പായി നമുക്ക് മാറും. പക്ഷെ നമ്മൾ ഈ മായ എന്നുള്ളത് ഇങ്ങോട്ടേ വായിക്കുന്നുള്ളൂ. തിരിച്ചു വായിച്ചാൽ യാ മാ, കാരണം അമ്മ പറയുന്നത് യാ എന്ന് പറഞ്ഞ് നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞാൽ മായയും ലഹരിയും ആനന്ദവും സൗന്ദര്യവും ഒക്കെ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടെന്നും അത് ശങ്കരാചാര്യ സ്വാമികൾ ഓരോന്നിലൂടെയും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ശരിക്കും നമ്മൾ പറയുമ്പോൾ സൗന്ദര്യലഹരി ഉപാസനയുമായി ബന്ധപ്പെട്ട് എന്നുള്ളതാണ് ഞാൻ ചെറുപ്പം മുതലൊക്കെ ഇങ്ങനത്തെ ആൾക്കാരിൽ നിന്ന് കേട്ടിട്ടുള്ളത്. പക്ഷെ അതിന്റെ അകത്തേക്ക് പോയാൽ ഇതെല്ലാം മാഞ്ഞ് അദ്വൈതത്തിലേക്ക് എങ്ങനെ എല്ലാറ്റിൽ നിന്നും നമ്മളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുക എന്നുള്ളത് നമ്മൾ ഓരോ ശ്ലോകത്തിലൂടെയും കടന്നു പോയിട്ട് അതിന്റെ അർത്ഥം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഉള്ളിൽ കിനിയുമ്പോ നമ്മൾ വെറുതെ ശങ്കരാചാര്യ സ്വാമികൾക്ക് പ്രണാമം അർപ്പിക്കുകയാണ്. വേറെ എന്ത് പറയും? അപ്പൊ അതാ മായ തന്നെ ലഹരിയാവുകയും അതുകൊണ്ടാണ് ആ സമയത്ത് അത് എഴുത്ത് സംഭവിച്ചിരുന്ന സമയത്ത് ഒരു മായലോകത്ത് തന്നെയായിരുന്നു. അങ്ങനെ ഈ പേര് സംഭവിച്ചതാണ് മായാലഹരി. ഗംഭീരമായ പേരാണത്. അപ്പോ എനിക്ക് തോന്നുന്നു സൗന്ദര്യലഹരിയെക്കാളും കുറച്ചുകൂടെ ഒരു അങ്ങനെ പറഞ്ഞതല്ല, കാരണം വെച്ചാൽ മറ്റൊരു തലത്തിലേക്ക് നമ്മൾ എത്തിക്കുന്ന ഒരു പേരാണ് ഈ മായാലഹരി എന്ന്. അതും അമ്മയുടെ തന്നെ കടാക്ഷം കൊണ്ട് കിട്ടിയ പേരാണ്. അപ്പൊ ഞാൻ ചോദിക്കാൻ വന്ന ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ ഫുട്ബോളിന് വല്ലാത്തൊരു ആസുരിക ഭാവം പലപ്പോഴും നമ്മൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ ആദിമം എന്നും പ്രാകൃതം എന്നും പറയാം. ഇപ്പൊ പ്രാകൃത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ പ്രാകൃതമായ സംസ്കരിക്കപ്പെടാത്തതെന്നുള്ളത്. അപ്പൊ ഫുട്ബോളിന്റെ ആദിമരൂപമായ റഗ്ബിയിൽ നമ്മളത് കാണുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് യഥാർത്ഥത്തില് എല്ലാ തരത്തിലുള്ള വേഷഭൂഷാദികളും അഴിച്ചു വെച്ചിട്ട് നമ്മുടെ ഉള്ളിലുള്ള ആ പ്രാക്തനമായ ബോധത്തിന്റെ ഒരു വേട്ടയാടൽ, അല്ലെങ്കിൽ അതിന്റെ ഉള്ളിലുള്ള അദമ്യമായിട്ടുള്ളൊരു മാംസദാഹം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വല്ലാത്തൊരു കീഴടക്കലിൻ്റെതായ ഒരു ജ്വരമാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ഫുട്ബോൾ എന്ന് പറയുന്ന ആ ഒരു ഇതിൽ നമ്മൾ കാണുന്നത്. അപ്പൊ അതിനെ ആദിമമായിട്ടുള്ള നമ്മുടെ ഈ ഉള്ളിലുള്ള ഈ സംഘാതങ്ങള് ഒരുമിച്ച് ചേർന്ന് അതിന്റെയും ആദിയായിട്ടുള്ള ശിവനെ കുറിച്ചുള്ള ഒരു അന്വേഷണമാണ് നടക്കുന്നത് എന്ന് അങ്ങേക്ക് പറയാൻ സാധിക്കുമോ? വല്ലാത്ത ചോദ്യം. ഇത് വേൾഡ് കപ്പ് സമയത്ത് സൗദി അറേബ്യയായിട്ട് അർജന്റീന തോൽക്കും. കഴിഞ്ഞ വേൾഡ് കപ്പിൽ സൗദി അറേബ്യയായിട്ട് അർജന്റീന തോൽക്കുന്ന ആരും പ്രതീക്ഷിച്ചിട്ടില്ല. മെസ്സി എത്ര ഗോൾ അടിക്കും എന്നുള്ളതൊക്കെ ചോദ്യം. ആ മത്സരം കഴിഞ്ഞിട്ട് എന്റെ മോൻ എന്നോട് മൊത്തം വന്ന് പറഞ്ഞത് ഞാൻ നാളെ സ്കൂളിൽ പോകണില്ലെന്നാണ്. കാരണം അവൻ അർജന്റീനയാണ്. അപ്പൊ ഒരു ബെറ്റ് വെച്ചിട്ട് തല്ലൂടിയിട്ട് ആകെ പ്രശ്നത്തിലാണ്. അപ്പൊ അതിന് ഞാൻ രണ്ട് കാര്യം പറഞ്ഞു കൊടുത്തു. ഒന്ന്, സൗദി അറേബ്യ വിജയിക്കുമെന്ന് ആരും പറയാത്തിടത്ത് നിന്ന് സൗദി അറേബ്യ വിജയിച്ചു. അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കേണ്ടുന്ന പാഠം ശ്രമിച്ചാൽ എന്തും സാധ്യമാണ്. പിറ്റേ ദിവസം സൗദി അറേബ്യയിൽ പബ്ലിക് ഹോളിഡേയും ആയിരുന്നു. അത് അർജന്റീനനെ തോൽപ്പിച്ചോണ്ടാ. അതിൽ മെസ്സി എന്ന് പറയുന്ന ഒരാൾ കളിക്കുന്നത് കൊണ്ടാണ്. അവിടെ നമ്മളിപ്പോ ഈ പറഞ്ഞതുപോലെ നമ്മുടെ അകത്തേക്ക് പോയി നമ്മുടെ സ്വസ്ഥതയിലും ശൂന്യതയിലും നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സമാധാനം സ്ട്രെസ്സിൽ കിട്ടില്ല. അവിടെ സൗദി അറേബ്യയുടെ ഒരു കളിക്കാരൻ മെസ്സിയെ പുറകെ നടന്നുകൊണ്ട് ചീത്ത പറയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് മെസ്സി സ്വസ്ഥനായിരുന്നു. അദ്ദേഹത്തിനോട് ഒന്നും തിരിച്ചു പറഞ്ഞിട്ടില്ല. ചിരിച്ചുകൊണ്ടാണ് അദ്ദേഹം പോയത്. ആ സമയത്ത് മെസ്സിയിൽ തൃപ്തനാണ്, കണ്ടന്റ്മെന്റിലാണ്. കളി കഴിഞ്ഞിട്ട് അർജന്റീനയുടെ കോച്ച് പറഞ്ഞു, തോറ്റു, അംഗീകരിക്കുന്നു. ഇതും ശാന്തമായ ഒരു മനസ്സിന് ഇത് വരുള്ളൂ. അല്ലാതെ അമ്പയർ ചതിച്ചു, കാണികൾ ചതിച്ചു ഒന്നും പറഞ്ഞില്ല. മെസ്സി കൂട്ടിച്ചേർത്തൊരു വാക്ക്, ഈ ടീമിനെ നിങ്ങൾക്ക് വിശ്വസിക്കാം, ഞങ്ങൾ നിങ്ങളെ നിരാശരാക്കില്ല. ആ സമയത്ത് മെസ്സി എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഉള്ളിലെ സോഴ്സിനെ തൊട്ടുകൊണ്ടാ പറഞ്ഞ. അല്ലെങ്കിൽ ആ വാക്കുകൾ പുറത്തേക്ക് വരില്ല. കാരണം ഈ ടീമിനെ നിങ്ങൾക്ക് വിശ്വസിക്കാം, ഞങ്ങൾ നിങ്ങളെ നിരാശരാക്കില്ല എന്ന വാക്ക് ഒരു കപ്പും കൊണ്ടുപോയി. ഇതേ മെസ്സി ചിലപ്പോ ചൂടാവുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോ എന്റെ ഉള്ളിൽ സ്ട്രെസ്സും ടെൻഷനും എന്റെ നേരത്തെ പറഞ്ഞ ഒരു വൈൽഡ് നോഷനും സംഭവിച്ചാൽ
ഞാൻ എന്നിൽ നിന്ന് അകന്നുപോയി. പിന്നെ ഞാൻ ബിജുവാനോട് ഇങ്ങനെയാ സംസാരിക്കുക. അപ്പൊ ശാന്തമായി നിൽക്കുന്ന അവന്റെ ഉള്ളിൽ സംഭവിക്കുന്നതെല്ലാം സ്പന്ദ പ്രതിസ്പന്ദമാണ്. ശാന്തതയില്ലാത്തവന്റെ ഉള്ളിൽ സംഭവിക്കുന്നതെല്ലാം അവനെ തന്നെ തകർത്ത് കളയുന്ന സ്ഫോടനമാണ്. ഇവിടെയാണ് നമ്മൾ തന്ത്രയിലേക്കൊക്കെ വന്ന സ്പന്ദം പ്രതിസ്പന്ദം എന്ന് പറയുന്നത്. അവിടെ ആ സ്പന്ദത്തിൽ മെസ്സി തട്ടിയപ്പോൾ 1 മാസത്തിന് ശേഷം അവൻ ഫൈനലിൽ കപ്പുയർത്താൻ പോകുന്നതിനെ കുറിച്ച് അവൻ പറഞ്ഞു. ഈ ടീം നിങ്ങളെ നിരാശരാക്കില്ല, നിങ്ങൾക്ക് ഞങ്ങളെ വിശ്വസിക്കാം. ഒരു ഗുരു പറയുന്നത് പോലെ ശിഷ്യനോട് നിനക്ക് എന്നെ വിശ്വസിക്കാം. അപ്പൊ ഇങ്ങനെ ഓരോ നമ്മൾ സാധാരണക്കാരൻ എന്ന് വിളിക്കുന്ന എല്ലാവരും ഇപ്പോ നേരത്തെ അങ്ങ് പറഞ്ഞതുപോലെ ശിവദേവി ചൈതന്യമാണെങ്കിൽ നമ്മൾ വൺസ് ഇതിനെ തൊട്ടാൽ നമ്മുടെ ഉള്ളിൽ നിന്നും വരുന്ന വാക്കുകൾ ഇതിനെ സ്പർശിക്കുന്ന. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് തെറ്റാണെന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരാൾ പറയും, നമ്മൾ പറയാ, എന്നിട്ട് അത് പോയി ചെയ്യും. എന്നിട്ട് നമ്മൾ പറയുന്ന വാക്ക് വളരെ രസകരമാണ്. അപ്പോഴേ എനിക്ക് തോന്നിയതാണ്. ഈ തോന്നലിനെ ഉയർത്തി കൊണ്ടുവരുന്നതാണ് സൗന്ദര്യലഹരി. അതിലേക്ക് പലരും പോകില്ല. അപ്പൊ നമുക്ക് വെറുതെ അമ്മ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അച്ഛൻ തന്നിട്ടുണ്ട്, അതിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. ഇങ്ങനെയുള്ള പലപ്പോഴും എനിക്ക് അപ്പൊ തോന്നിയിരുന്നത് ചെയ്യരുതെന്ന്, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമെന്ന് എനിക്ക് തോന്നിയിരുന്നു. അപ്പൊ ഈ തോന്നലിലേക്ക് നമ്മളെ ഇറക്കിക്കൊണ്ടുപോകാനാണ് സാധന. അപ്പൊ ഈ സാധന ഓരോരുത്തരിലും സംഭവിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ അതിന് ശ്രദ്ധ കൊടുക്കുന്നില്ല. ആ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നാൽ നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തോ, എന്ത് കളിച്ചോ, അതിൽ അവസ്ഥിതനാകും. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ അർജുനെ അടക്കാനുള്ള സാധന. അങ്ങേക്ക് പറയുന്ന ഒരു കാര്യം തന്നെ തെറ്റാണെന്ന് ഒരാൾ പറയുമ്പോ അത് മുഖഭാവം മാറാതെ, നമ്മളൊക്കെ ചെയ്യുന്ന തമാശ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്. ഇപ്പൊ ചില ആളുകളായിട്ടാണ്ട് തർക്കിച്ചിട്ട് തർക്കം അങ്ങോട്ട് മൂക്കുന്ന സമയത്ത് പറയും, അങ്ങ് പറഞ്ഞൊക്കെ ശരിയാ പറയും. അത് മറ്റോനെ അംഗീകരിക്കാൻ പറ്റില്ല, അത് ശരിയാവില്ല, തർക്കിച്ചേ പറ്റൂ. അപ്പൊ നമ്മള് നമ്മുടെ ആ അവസ്ഥിതനായിട്ടുള്ള അവസ്ഥയിൽ ഇരുന്നിട്ട് തല്ലുവിടുന്നത്. അവൻ വിട്ടുപോയി. ഇത് നമുക്ക് സാധന പോലെ ചെയ്യാം. അവനെ പ്രൊവോക്ക് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ബോധപൂർവം പറഞ്ഞുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് മറ്റേ കേളീപരത എന്നൊക്കെ പറയുന്ന വാക്കിന്റെ അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ ആ സോഴ്സിനെ സ്പർശിച്ചുകൊണ്ടേയിരിക്കാം. ലോകയാത്ര വിധായിന്യാണ് അമ്മ. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ആ ലോകത്തിലേക്ക് പോയാൽ അതിലേക്ക് എത്താൻ എല്ലായിടത്തും അമ്മ അവസരം തന്നുകൊണ്ടേയിരിക്കും. പോണില്ല. അതെ 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 അതെ. അപ്പൊ ഈ ആദ്യമായിട്ട് എന്ന് ഞാൻ പറയുന്ന അല്ലെ പ്രാക്തനമായിട്ടുള്ള ഈ വൈകാരികതയിലുള്ള ഈ ഒരു ഗെയിമിനെ മോസ്റ്റ് മോഡേൺ സയൻസ് പറയുന്ന ഒരു സംഗതി ഉണ്ട്. അതായത് ഈ ന്യൂക്ലിയസിന്റെ സ്പിന്നിങ് സ്പീഡിനെ കുറിച്ച് 10⁻23 എന്നൊക്കെ പറഞ്ഞ ഒരു സംഖ്യ പറയുന്നുണ്ട്. അപ്പൊ അതിനെ നമുക്ക് പറയാൻ പറ്റുന്നത് ശിവന്റെ നടനവുമായിട്ടാണ്. കാരണം ശിവന്റെ നടനത്തിന് നമുക്ക് അളക്കാൻ പറ്റില്ല, അത്രയ്ക്കും വൈബ്രന്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. പോഷൊക്കെ പറയുന്നുണ്ട് ഒരേ സമയം തന്നെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് പോകുന്ന ഒരു സാധനം നിശ്ചലമാണെന്ന് നമുക്ക് തോന്നും. അപ്പൊ അത് രണ്ടിന്റെ ഒരു ഡെഡ് കോമ്പിനേഷൻ ആണ് ശിവ എന്ന് പറഞ്ഞാൽ. അങ്ങേയറ്റം വൈബ്രന്റ് ആണ്, എന്നാൽ അതേസമയം ഒരു ഷണ്ടനെ പോലെ അങ്ങേയറ്റം നിശബ്ദനായിരിക്കുന്ന ഒരാളാണ്. അപ്പൊ ഈ ഇലക്ട്രോൺസ് നമുക്കറിയാം ഈ ന്യൂക്ലിയസിന്റെ ചുറ്റാകെ ഇങ്ങനെ പരിഭ്രാന്തരായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഈ ശൂന്യസ്ഥലികൾ അന്വേഷിച്ചുള്ള ഒരു യാത്ര. അപ്പൊ അതിനെയും ഫുട്ബോളിനെയും കൂടെ തമ്മിൽ നമുക്കൊന്ന് കണക്ട് ചെയ്തുകൂടെ എന്നാണ്. അപ്പൊ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ശിവതത്വം തന്നെ അല്ലേ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ശരിക്കും നമ്മള് ഒരു ഫുൾ മാച്ചില് 2 മിനിറ്റ് ഒരു പ്ലെയർ ബോൾ സ്പർശിക്കുന്നില്ല. ഈ 2 മിനിറ്റ് സ്പർശന സുഖമാണ് എന്നെ വിജയത്തിലേക്കോ പരാജയത്തിലേക്കോ നയിക്കുന്നത്. ഈ സ്പർശന സുഖം എന്ന് ഞാൻ പറഞ്ഞത് മൊത്തം നമ്മൾ കളി എടുത്തു നോക്കിയാൽ എന്റെ മത്സരം ഞാൻ തോറ്റുവെങ്കിൽ എനിക്ക് ആ സ്പർശന സുഖമല്ല നൽകുന്നത്. അത് ഇമോഷണലി നമ്മൾ പലപ്പോഴും പ്ലെയേഴ്സ് വിട്ടുപോകും. ഞാൻ ചിലപ്പോൾ ചില ഫുട്ബോൾ ടീമിനെയൊക്കെ ഒന്ന് ക്ലാസ് എടുക്കുമ്പോൾ ചോദിക്കാറുണ്ട്, എത്ര ഗോളിന് നിങ്ങൾക്ക് ജയിക്കണം തീരുമാനിക്കേ. അപ്പൊ ഒരു പറയാം അത് എങ്ങനെ സാധ്യമാവും. അപ്പൊ ഡിസിഷൻ മേക്കിംഗ് എന്നൊരു പവർ നമുക്കുണ്ട്. അപ്പൊ ഇതിലേക്ക് നമ്മൾ ചെല്ലുന്ന സമയത്ത് ഈ സ്പർശന സുഖം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ വിജയിക്കണം. വിജയത്തിന് വേണ്ടി ഓടിക്കൊണ്ടേയിരിക്കുകയാണ് ആ ഓട്ടത്തിനിടയിൽ. അപ്പൊ നമ്മുടെ ഈ ഓട്ടത്തിൽ നമ്മൾ സ്പർശന സുഖം, എന്തിനെ സ്പർശിക്കുന്ന സുഖം, നമ്മളിലുള്ള അമ്മയെ അച്ഛനെ സ്പർശിക്കുന്ന സുഖം അറിയുമ്പോഴാണ് ജീവിതം മൊത്തം ഒരു ഫുട്ബോൾ കളിയായിട്ട് എടുത്താൽ നമ്മൾ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ മൈ ഗെയിം ഈസ് എ സക്സസ്ഫുൾ വൺ എന്ന് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുക. ഇതിനെ ഞാൻ എത്ര തവണ തൊട്ടു, ഔഷധങ്ങളുടെ പോലെ തൊട്ടിട്ട് അവിടെ ഇരുന്നു. അപ്പൊ ആ തൊടലിന്റെ എണ്ണം കൂട്ടാനും ദൈർഘ്യം കൂട്ടാനുമാണ് നമ്മൾ ഓരോരുത്തരും ജീവിതം എന്ന് പറയുന്ന ഫുട്ബോൾ കളിയിൽ ഓടിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പൊ സ്പർശന സുഖം കൂട്ടുക, വിജയത്തിലേക്ക് എത്തണമെങ്കിൽ ആ സ്പർശത്തെ ഉള്ളിൽ സ്പന്ദമായി പ്രതിസ്പന്ദമായി തിരിച്ചറിയാം. അല്ല ഇതിനല്ലേ നമ്മുടെ ശിവോഹം ശിവോഹം ശിവനെ നമ്മൾ അന്വേഷിച്ചുള്ള ഓട്ടമാണ് ഫുട്ബോളും. അപ്പൊ അതുകൊണ്ട്
കാരണം നമുക്ക് ഒരിക്കലും കണക്ട് ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളാണ് ഈ പറഞ്ഞ സ്പിരിച്വാലിറ്റിയും ഫുട്ബോളും കൂടെ. പക്ഷെ ഇതിനെ ഭയങ്കര മനോഹരമായിട്ട് നമുക്ക് ഇപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ? അപ്പൊ ജീവിതം തന്നെ ഒരു ഫുട്ബോൾ കളിയാണെന്ന് അങ്ങ് പറയുന്നു. അപ്പൊ അതില് ഓരോന്നിലും നമ്മൾ എന്ത് തന്നെ അതുകൊണ്ടാണ് നമുക്കറിയാം ഒരു ഇറച്ചി വെട്ടുകാരന്റെ അടുത്ത് വേദാന്തം പഠിക്കാൻ പോകുന്ന കഥകൾ നമ്മൾ പറയുന്നുണ്ട്. കാരണം എല്ലാ ഗുരുക്കന്മാർക്കും പഠിപ്പിക്കാൻ കഴിയുന്നതിന്റെ എല്ലാം പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് അവസാനം പറയുന്നത് ഒരു ഇറച്ചി വെട്ടുകാരന്റെ അടുത്ത് പോകാനാണ് പറയുന്നത്. വ്യാധന്റെ കഥയിൽ പറയുന്നതാണ്. അപ്പൊ അദ്ദേഹം ചെയ്യുന്നതും യഥാർത്ഥത്തിൽ ഈ ശിവതത്വത്തിനെ അന്വേഷിക്കുന്ന തന്നെയാണ്. അങ്ങനെ തന്നെയാണല്ലേ? അതെ അതെ. ഇപ്പോ ഞാൻ പരിചയപ്പെട്ട ഒരാള്, അദ്ദേഹം പുറത്തേക്ക് ഒരാളുമായിട്ടും അധികം സംസാരിക്കില്ല എന്നാണ് ആൾക്കാരുടെ വിചാരം. പക്ഷെ അദ്ദേഹത്തിന്റെ ഉള്ളിനെ സ്പർശിച്ച അമ്മയെ കുറിച്ചോ അതായത് ദേവിയെ കുറിച്ചോ ശിവനെ കുറിച്ചോ ആരെങ്കിലും ചോദിച്ചാൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ ഒരു വാക്ക് കഴിഞ്ഞാൽ നമുക്ക് മനനം ചെയ്യാനുള്ള ഒരു സ്പേസും കൂടി തന്നിട്ട് എടുത്ത വാക്ക് പറയും. ബിജുവായിനോട് ഈ പറയുന്ന സമയത്ത് ഞാൻ ഈ സാധാരണ കുട്ടികളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ സംസാരിക്കുന്ന ഇടയിൽ എന്നൊരു ശബ്ദം വരും, ഇതിനെ കട്ട് ചെയ്യൂ, ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അങ്ങയോട് പറയാൻ അപ്പൊ ഈ സ്പേസിൽ അങ്ങ് അടുത്തത് എന്താ പറയണെന്നുള്ളത് വെയിറ്റ് ചെയ്തോണ്ടിരിക്കണം. പക്ഷെ വന്നു കഴിഞ്ഞാൽ അവിടെ ഡിസ്റ്റർബൻസ് ആയി. ഇത് ഇദ്ദേഹത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോ ഒരു വാക്ക് പറഞ്ഞ് അതിനെ നമ്മുടെ ഉള്ളിൽ ലയിക്കാനുള്ള ഒരു അവസരം തന്നിട്ട് സംസാരിക്കണമെങ്കിൽ അദ്ദേഹം എത്രത്തോളം അവസ്ഥിതനായിരിക്കണം. അദ്ദേഹം പുറമേക്ക് ഇങ്ങനെ യാതൊരു അല്ലെങ്കിൽ സ്പിരിച്വൽ സോക്കോൾഡ് സാധനം ഒന്നും കാണില്ല. പക്ഷെ സംസാരിച്ചാൽ ഇങ്ങനൊരു സ്പേസ് നൽകും. അത് വെറും ചർച്ചയൊന്നുമല്ല. ശിവനെ കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നെ നമ്മള് ഈ സ്പേസിൽ അദ്ദേഹം എന്താണ് പറയുന്നത് എന്ന് നോക്കിക്കൊണ്ടിരിക്കണം. അവിടെ ചിന്തയില്ല. ഇത് ഓഷോയൊക്കെ പറഞ്ഞതുപോലെ ഒരു ചിന്ത പോയി അടുത്ത ചിന്ത വരുന്നതിന്റെ ഇടയിലുള്ള സ്പേസിനെ ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട്. ഇത് ഇദ്ദേഹം സംസാരിച്ചുകൊണ്ട് ചെയ്യും. അത് അങ്ങനെ അദ്ദേഹം അങ്ങനത്തെ ഒരാളാണെന്ന് അറിഞ്ഞിട്ട് നമ്മൾ പോയിരിക്കുമ്പോ അദ്ദേഹം എന്താണ് പറയുന്നത് നമ്മൾ ഇങ്ങനെ അപ്പോ ദേവി എന്ന് പറഞ്ഞാൽ നിനക്കറിയോ, ഐ എം സിംപ്ലി വെയിറ്റിംഗ് ഫോർ ദ നെക്സ്റ്റ് വേർഡ്. അങ്ങനെ നമ്മൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഒരു 10 മിനിറ്റിന്റെ ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. പിന്നെ ഈ സംസാരത്തിന്റെ സുഖം കൊണ്ട് നമ്മൾ പോകുമ്പോ അങ്ങനെ മിന്നാമിനിങ് ആയിട്ടാ പോവാ. ഈ രാമചന്ദ്ര മിഷന്റെ ഒരു ഗ്രൂപ്പിൽ ഞാൻ പോയിട്ട് ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർ ഈ പെർസെപ്റ്റർ എന്ന് പറഞ്ഞ ആള് അരമണിക്കൂർ ഉണ്ടാതിരിക്കണം, അതാണ് അവരുടെ ധ്യാനം. അപ്പോ ഒരു 10 പേരുണ്ടാവും ഒരു ദിവസം. ഈ 10 പേരുടെ കൂടെ ഇദ്ദേഹം ഉണ്ടായിരിക്കും. അപ്പൊ ഇയാള് 5 മണിക്കൂറും ഉണ്ടായിരിക്കണം. എന്റെ വീടിന്റെ അടുത്ത് ഇവര് തുടങ്ങിയപ്പോ നല്ല ഉപ്മാവ് കിട്ടും. അങ്ങനെ ഞാൻ പോയതാണ്. അങ്ങനെ ഞാൻ പോയിട്ട് 5 ദിവസം ഇരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു അങ്ങനെയെങ്കിൽ അങ്ങനെ ഉപ്മാവിന് വേണ്ടി 5 ദിവസം ഞാൻ പോയിരുന്നു. എന്റെ ഏറ്റവും വലിയ രസം അവരുടെ കൂടെ 25 വർഷമായിട്ടുള്ള ഒരാള് അവിടെ വേറെ ആളോടെ പറഞ്ഞു കിട്ടു. ഞാൻ ആരാണെന്ന് അറിയില്ല, 25 വർഷമായിട്ട് ഞാൻ ധ്യാനിക്കുന്ന ആളാ, ഞാൻ പറഞ്ഞാൽ നിനക്ക് കൊള്ളും. അപ്പൊ ഞാൻ അദ്ദേഹത്തെ നോക്കി ഇങ്ങനെ വളരെ നന്നായിട്ട്. അപ്പൊ ഈ കോൺട്രഡിക്ഷനും കോംപ്ലിമെന്ററിയും തമ്മിൽ നമുക്ക് തിരിച്ചറിയുന്നില്ല. അവിടെയാണ് ഒരു വാക്ക് കൊണ്ടുപോലും അടുത്ത വാക്കിലേക്കുള്ള ആ ഇടയിലുള്ള സ്പേസ് കൊണ്ട് നമ്മളിൽ ധ്യാനം സംഭവിപ്പിക്കുന്ന ആളുകളുടെ അടുത്തെത്തുമ്പോ നമുക്ക് ഇതിന്റെ മനോഹാരിത, അതേ പറഞ്ഞു ഫുട്ബോളും ജീവിതവും ശിവനും ശക്തിയും ഒക്കെ നമുക്ക് അവിടെ കാണാം. അവരിതിനെ പ്രത്യേകിച്ച് ഒരു സാധനം ചെയ്യില്ല. വളരെ സിമ്പിൾ ആയിരിക്കും അവരുടെ പ്രവൃത്തികൾ. പക്ഷെ നമ്മുടെ ഉള്ളിൽ അത് ഉണ്ടാക്കുന്ന ഒരു വിജ്ഞാനത്തിന്റെ അല്ലെങ്കിൽ നിശബ്ദതയുടെ സ്ഫോടനം ഉണ്ടല്ലോ, ഒട്ടും ചെറുതല്ല. അപ്പൊ ഇതുപോലെ തന്നെയാണ് ഈ ഓഷോ അദ്ദേഹത്തിന്റെ അനുയായികൾക്ക് ശൂന്യത മനസ്സിലാക്കി കൊടുത്തത്. അതുപോലെ പീഠമിട്ട് ഒഴിഞ്ഞ പീഠമിട്ടിട്ട് അതിലിങ്ങനെ 10 ദിവസം കണ്ട് നോക്കിക്കൊണ്ടിരിക്കാൻ പറഞ്ഞായിട്ട് കേട്ടിട്ടുണ്ട്. അതല്ല ഈ ഉള്ളി തൊലിച്ച് പീലിംഗ് ധോണിയൻ എന്ന് പറയും പോലെ ഓരോന്ന് എടുക്കുമ്പോഴും അടുത്തത് കാണും. അത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം ശുദ്ധമായിട്ടുള്ള ശൂന്യത നമ്മൾ തിരിച്ചറിയുന്നുണ്ട്, നിശബ്ദതയെ തിരിച്ചറിയുന്നുണ്ട്. ധ്യാനം, ശ്രദ്ധാവാൻ ലഭ്യത ജ്ഞാനം എന്ന് പറയുന്നു. അപ്പൊ ഞാൻ ചോദിക്കാൻ കാരണം അങ്ങയുടെ ബുക്കിൽ പറയുന്നൊരു സംഭവമുണ്ട്. അതായത് ഈ ശസ്ത്രവിദ്യ പഠിക്കാനായിട്ട് വരുന്ന ഒരു സംഭവത്തെ കുറിച്ച് പറയുന്നുണ്ട്, ശരാഹന്റെ. അതെ. അപ്പൊ അതിൽ അദ്ദേഹം എന്താണ് ഈ ഒരു ആർച്ചറിന്റെ അടുത്ത് വരികയും അത് പക്ഷെ പിൽക്കാലത്ത് നമ്മൾ ആർച്ചർ എന്ന് പറഞ്ഞ നോവൽ തന്നെ വായിച്ചു. പൗലോ കോയിലോ അതിനെ ഇതായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഒരാള് അദ്ദേഹത്തിന്റെ അടുത്ത് വരുന്നതും ഏറ്റവും ഇതായിട്ടുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അദ്ദേഹം അതിൽ ലക്ഷ്യം വെക്കാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ അത് കുറച്ചുകൂടെ മാറ്റിയാണ് ഈ കഥയിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഇതാണ് ഒറിജിനൽ. അപ്പോൾ അതിൽ പറയുന്നത് പിന്നെ ഒരു സ്ഥലത്ത് എത്തിയിട്ട് അദ്ദേഹം ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയ ഒരു സ്ഥലത്ത് നിന്നിട്ട് അസ്ത്രമെടുക്കാതെ മുകളിലേക്ക് നോക്കുമ്പോൾ പോകുന്ന പക്ഷികൾ ഇങ്ങനെ താഴേക്ക് മരിച്ചു വീഴുന്നു. കയ്യിലെടുത്തിട്ട് തടവുമ്പോൾ അത് വീണ്ടും പോകുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, അറിഞ്ഞവന് ശരീരം തന്നെയാണ് ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നു.
അല്ലെ? എത്ര മനോഹരമായിട്ടുള്ള ഒരു സംഗതിയാണ് അത്. ഈ ശിവതത്വത്തിനെ തിരിച്ചറിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു വരമാണോ? അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ആ പക്ഷികളുടെ കഥയാണ് അങ്ങനെയുള്ള ഒരു ലെസൺ സൂചിപ്പിക്കുന്നത്. ഒരു അസ്ത്രവിദ്യ ഭയങ്കരമായിട്ട് അറിയുന്ന ഒരാൾ പോയി വയസ്സായിട്ടുള്ള ഒരാളുടെ മുന്നിൽ അദ്ദേഹം കണ്ണുകൊണ്ട് നോക്കി പക്ഷികളെ വീഴ്ത്തുന്നതും ആ പക്ഷികളെ എടുത്ത് തലോടുമ്പോൾ ജീവൻ വെച്ച് പറന്നു പോകുന്നതും. നമ്മുടെ മനസ്സാകുന്ന ആകാശത്തിൽ പക്ഷികൾ പറന്നു പോകുന്നേ ഉണ്ട്. അതിനെ നമുക്ക് കണ്ണുകൊണ്ട് നോക്കാൻ കഴിഞ്ഞാൽ, നമ്മൾ പുറത്തേക്കാണ് സത്യത്തിൽ നോക്കാറ്, അകത്തേക്ക് നോക്കാൻ കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞ ആചാര്യൻ അതുകൊണ്ടാണ് നമ്മളെ ഒരു വാക്ക് കഴിഞ്ഞ് ഒരു സ്പേസ് ഇട്ട് സംസാരിക്കുമ്പോൾ ആ വാക്കിനിടയിലുള്ള ശൂന്യതയിലേക്ക് നമ്മൾ നോക്കണം. അത് നമ്മുടെ ഉള്ളിലേക്ക് തന്നെയുള്ള നോട്ടമാണ്. അത് ശരിക്കും എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറയാൻ പറ്റാത്തൊരു സാധനം ഇങ്ങനെ, അതൊരു നിറവാണ് താനും. ഒരു സ്പന്ദം അവിടെ ഉണ്ടാകും, ഒരു നിറവ് അവിടെ ഉണ്ടാകും. ഇത് ആരുടെയെങ്കിലും അടുത്ത് പോയി ഇരിക്കുമ്പോ സംഭവിക്കുന്നുണ്ടെങ്കിൽ, ഈ പഴയ ആൾക്കാർ പറയും ഇങ്ങനെ പുറകില് ടവല് വെച്ച് പോണ പഴയ ആൾക്കാരെ കണ്ട ശ്രദ്ധിക്കണം, അവർ മർമ്മവിദ്യയുടെ ആൾക്കാരാവുന്ന പറയും. അവരൊന്നും മിണ്ടുന്നില്ല, വെറുതെ ഇങ്ങനെ ഒന്ന് തൊട്ടാൽ. അപ്പൊ ഈ തൊടലിന് വലിയൊരു സാധനമുണ്ട്. ഇതില് ഈ എന്താ പറയാ, ഇങ്ങനെ അടിക്കുന്ന ഒരാളുണ്ട്. സദ്ഗുരുവിന്റെ ഒരു സാധനം ശ്രദ്ധിച്ചറിയ സാധനം, ഈ ശബ്ദത്തിലൂടെ നമ്മുടെ ഉള്ളിലെ സ്പേസിലുള്ള ശൂന്യതയെ തൊടുന്നൊരു സാധനമുണ്ട്. അത് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ഈ പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടുള്ള ആൾക്കാർക്ക് ഈ ക്ലാപ്പിലൂടെ അവരുടെ ഉള്ളിലുള്ള ശൂന്യതയിലേക്കാണ് തൊടണേ. ഇതുകൊണ്ടാണ് ആ സമയത്ത് ഇതിന്റെ ആഴത്തിൽ പോയിട്ടുള്ളവർ ഇരുന്ന് കരയും, അല്ലാത്തവർ കരയില്ല. ഇപ്പൊ ഞാൻ ഈ സാധാരണ ക്ലാസ്സിലൊക്കെ പിള്ളേരെ കൊണ്ട് മെഡിറ്റേഷൻ ചെയ്യിച്ചിട്ട് നിങ്ങൾ മനസ്സിൽ 21 തവണ എണ്ണീട്ട് കണ്ണു തുറക്കാൻ പറയും. ഇതിന്റെ ശരിക്കും ആഴത്തിൽ പോയിട്ടുള്ള കുട്ടികള് 21 വളരെ ടൈം എടുത്തിട്ടേ ഉണ്ട്. നമ്മൾ എണ്ണാണെങ്കിൽ എല്ലാവരും ഒന്നിച്ച് കണ്ണു തുറക്കും. പക്ഷെ ഇത് ആഴത്തിൽ പോയിട്ടുള്ള കുട്ടികൾ കണ്ണ് തുറക്കാൻ തന്നെ ബുദ്ധിമുട്ടും. അപ്പൊ ഓരോ നിമിഷത്തിലും ഇങ്ങനെയുള്ള അവസരങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. അത് ശരിക്കും ശരവിദ്യയാണ്. ഈ ശരീരം എന്ന് പറയുന്ന ശരവിദ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം തന്നെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ഒരു സാധനത്തിന്റെ കുറെ വെർഷൻസുമായി ബന്ധപ്പെട്ടത്. അപ്പൊ ആ ശരം നമ്മൾ അയക്കുമ്പോ അത് പുഷ്പശരമായി തിരിച്ചു വരണം. അതാ ഞാൻ പറഞ്ഞ, എന്റെ ഉള്ളിൽ ഒരു വാക്ക് കേട്ട് അതിനെ ഖണ്ഡിക്കാനുള്ള അർജുൻ ഉണ്ടാകുമ്പോ ഞാൻ അങ്ങയെ ഖണ്ഡിക്കുകയല്ല ചെയ്യണത്, എന്നെ തന്നെ ഖണ്ഡിക്കുക. അപ്പൊ അങ്ങയെ ഖണ്ഡിക്കാനുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ അങ്ങ് എന്നേക്കാൾ മുകളിലാണെന്നും അങ്ങ് പറഞ്ഞതിന്റെ മുകളിൽ എനിക്കൊരെണ്ണം പറയണമെന്നും എന്നിട്ട് എന്റെ അറിവ് തെളിയിക്കണമെന്നുള്ള സൂക്ഷ്മമായ അഹങ്കാരം അതിന്റെ പുറകിലുണ്ട്. അതുള്ളത് കൊണ്ടാണ് ഞാൻ ഖണ്ഡിക്കാൻ ശ്രമിക്കുന്നത്, ഡിബേറ്റിൽ പങ്കെടുക്കുന്നത്. ഇതെല്ലാം അടങ്ങിയതിന് പിന്നെ ഡിബേറ്റ് ഇല്ല. ഇപ്പൊ പകലാണ്, അല്ല രാത്രിയാണ്. ആയിക്കോട്ടെ, രാത്രിയാണ്. അപ്പൊ ഈ പറഞ്ഞതിൽ സത്യമുണ്ട്, മൂങ്ങയ്ക്ക് ഇപ്പൊ രാത്രിയാണ്, അമേരിക്കയിൽ രാത്രിയാണ്. ഈ ടോട്ടാലിറ്റി മനസ്സിലാക്കുന്നവന് ഒന്നിനോടും നോ പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ ഇവിടെ കാണുന്നതിന്റെ അപ്പുറത്തേക്ക് ലളിതാ സഹസ്രനാമം ഇത് പറയണേ, ഓം കാഷ്ഠായ നമഃ. അപ്പുറത്തെ അതിര് എന്താണ്? ദേവിയുടെ അതിര് വേറെ. നമ്മുടെ അതിര് വെച്ചിട്ട് അതിനെ അളക്കരുത്. ഈ അളക്കാൻ പോയാൽ ഈ അളക്കലിന്റെ അപ്പുറം പോയിട്ടുള്ള ആളുകൾ, മിഖേൽ നിമി വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട്, ഉള്ളിലുള്ളതിനെ അറിഞ്ഞവന് സർപ്പദംശനം പോലും സ്നേഹചുംബനമാണ്. ഉള്ളിലുള്ളതിനെ അറിയാത്തവന് സ്നേഹചുംബനം പോലും സർപ്പദംശനം. ഇത് കേട്ട് കഴിഞ്ഞാൽ ഈ പോയ്സൺ, ആന്റിഡോട്ട് പോയ്സൺ തന്നെ കൊടുത്തിട്ട് മാറ്റണമെങ്കിൽ എന്റെ ഉള്ളിൽ അവനെ എതിർക്കുക എന്നുള്ള സാധനം വന്നതിനെ ഞാൻ അതേ സാധനം നമ്മൾ രണ്ടുപേരിലുള്ള ഉള്ളിലുള്ളതുകൊണ്ട് നമ്മൾ തർക്കിക്കാം. അപ്പൊ അങ്ങയുടെ ഉള്ളിലെ സാധനത്തെ എതിർക്കാൻ ശ്രമിക്കാൻ ഞാൻ തന്നെ ചെയ്യണം. അപ്പൊ അതിനെ ഞാൻ സ്വാംശീകരിച്ച് അദ്ദേഹം സംസാരിക്കട്ടെ. ഇത് എന്റെ ഉള്ളിൽ ഇത് പ്രാക്ടീസ് ചെയ്യാൻ നല്ല സുഖാട്ടോ. ചില സമയത്ത് തന്നെ വന്നിട്ട് ഇതുവരെ വരും, നാവില് വരും. ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി നാവില് വൈബ്രേഷൻ തന്നെ പോയിട്ട് ഈ കേൾക്കുന്നിടത്ത് തന്നെ അത് അടങ്ങും. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ പാസിങ് നമുക്കറിയാം. ഇതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നല്ല സുഖ. ബിജുഭായ് എന്ത് പറഞ്ഞാലും ആയിക്കോട്ടെ. ഇത് ശിവശക്തി സ്പന്ദമാണ്. അതറിഞ്ഞ ചില സമയങ്ങളിലും ഒരു കാരണവും ഇല്ലാതെ കണ്ണീര് വരും. എന്തിനാന്ന് ചോദിച്ചാൽ നിറവ് കൊണ്ട് കണ്ണീര് വരും. അത് പലപ്പോഴും ഇതിന്റെ, അല്ലെങ്കിൽ ഇത് ഈ മായലഹരി സംഭവിച്ച സമയത്ത് നമുക്ക് ചില ശ്ലോകത്തിനൊക്കെ എന്താണ് എഴുതി കഴിഞ്ഞത് ഞാൻ തന്നെ വായിക്കുമ്പോ ഇതിപ്പോ എവിടെ നിന്ന് വന്നു, കുറച്ചു മുന്നേ വരെ അവിടെ ഇല്ല, അത് വന്നു, പിന്നെ എനിക്ക് ഓർമ്മയുമില്ല. എനിക്ക് ഒരിക്കലും ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അപ്പൊ ചിലവരിപ്പോ ഇത് വായിച്ചിട്ട് ഇന്ന ലെസണിലെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോ ഏത് ലെസൺ ഞാൻ ഒന്ന് വായിച്ചു നോക്കട്ടെ, അപ്പൊ അങ്ങ് എഴുതിയത് അങ്ങനെയൊക്കെ പറയപ്പെടുന്നുണ്ട്. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നല്ല സുഖമാണ്. സുഖം
തെരഞ്ഞിട്ടാണല്ലോ നമ്മൾ നടക്കുന്നത്. അതെ ആ സുഖത്തിൽ ഇത് രണ്ടും കൂടി ചേരുമ്പോഴേ സുഖമുള്ളൂ. അതെ. ഖം ആകാശമാണ്. അതിൽ സു വന്ന സുഖമായി, ദു വന്ന ദുഃഖമായി. അപ്പൊ ഈ ദൂവും സൂവും വരുമ്പോൾ നമ്മൾക്ക് അതിനെ ആ ഒരു വൈബ്രേഷൻ ഇല്ലാതെ പാസ് ചെയ്തു പോകാൻ അനുഭവിക്കാൻ കഴിഞ്ഞാൽ നമ്മളെന്ന് പറയുന്ന ഖം ആനന്ദത്തിലും സൗന്ദര്യത്തിലും സ്പന്ദിച്ചുകൊണ്ടേയിരിക്കും. അതാണ് മായ ആനന്ദ സൗന്ദര്യ ലഹരി. ചിത്താകാശം പോയി ചിതാകാശത്തിലേക്ക്. അതെ അതെ. അപ്പോ പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഒരു ചോദ്യം ഇങ്ങനെ മനസ്സിൽ കയറി വന്നതാണ്. അപ്പൊ ഇതിന് നമുക്ക് സ്വരയോഗയുമായിട്ട് കണക്ട് പറയാമല്ലോ അല്ലെ? അത് തന്നെയല്ലേ ഈ ശരവിദ്യ എന്ന് പറയുന്നതും സ്വരയോഗയാണ്. പിങ്കള എന്ന് പറയുന്നതുമായി ശരിക്കും ഈ സ്വരയോഗ എന്ന് പറയുമ്പോ നമ്മള് പാതാളത്തിലേക്ക് മഹാബലിയെ ചവിട്ടിത്താഴ്ത്തി എന്ന് പറയുന്നുണ്ട്. അത് സംഗീതം പഠിച്ചവരിൽ ചോദിച്ചാൽ പായുടെ താളാണെന്ന് അവർ പറയും. അതിന്റെ ആത്മീയതയും പഠിച്ചത് പായുടെ താളം പഞ്ചമമാണ്. പഞ്ചമം എന്ന് പറഞ്ഞാൽ 5 ബന്ധപ്പെട്ടതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ 4, 1, 59, 14, 5. അപ്പൊ ഈ 5 അറിഞ്ഞവൻ പഞ്ചമത്തെ അറിഞ്ഞവൻ. പഞ്ചമം വസന്ത കോകില സ്വനമാണ്. വസന്തമാണ് നമ്മുടെ ഉള്ളിലെ ആത്മീയത. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നടക്കുന്നത്. അത് അറിയുന്നവനെ പഞ്ചമത്തിലേക്ക് വാമനമൂർത്തി വന്നിട്ട് താഴ്ത്തും. നമ്മളത് ചവിട്ടി താഴ്ത്തി പാതാളത്തിലേക്ക് അസുഖ താഴ്ത്തി എന്നൊക്കെ പറയുന്നത്. അപ്പൊ പഞ്ചമം എന്താണെന്ന് അറിഞ്ഞ് പായുടെ താളം എന്താണെന്ന് അറിയുമ്പോഴാണ് സംഗീതം പറയുന്നത് പോലെ പ്രകൃതിസ്വരം വികൃതിസ്വരം അറിയാം. നമ്മൾ ഈ വികൃതിസ്വരത്തിൽ കടന്ന് തിരിഞ്ഞ് ഈ പ്രകൃതിസ്വരം മറന്നു പോകുന്നു. പ്രകൃതിസ്വരം ശിവനും ശക്തിയും ചേർന്നതാണ്. അപ്പൊ ഈ 7 സ്വരങ്ങൾ എടുത്തിനെങ്കിൽ 2 പോയ 5ആണ്. ഈ 5 നമ്മളെ കൊണ്ട് വികൃതി കൽപ്പിച്ചോണ്ടിരിക്കും. ഈ വികൃതിനെ നമ്മള് സംയമം ചെയ്ത് അടക്കം ചെയ്ത് മനനം ചെയ്ത് പ്രകൃതിയിലേക്ക് വരുമ്പോൾ സായും പായും നമുക്ക് കറക്റ്റായിട്ട് പിടുത്തം കിട്ടും. അത് സംഗീതം കറക്റ്റായിട്ട് അറിയുന്ന ആളുകൾ അത് പാടുമ്പോൾ അത് അറിയുമ്പോഴാണല്ലോ അവരുടെ ഒരു സ്വരം സ്ട്രെസ് ചെയ്ത് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആനന്ദം ഉണ്ടാവണം. നമുക്ക് അതിനെ കുറിച്ച് ഒന്നും അറിയേണ്ട ആവശ്യമില്ല. ഹനുമാൻ പാടിയപ്പോഴും പാറ പോലെ ഉരുകി പോയി പറയുന്നുണ്ട്. ആസ്വാദനത്തിൽ ഇത് വരും. അപ്പോൾ എന്തുകൊണ്ടാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം, നിങ്ങൾ ഏത് വഴിയിൽ നമ്മൾ സഞ്ചരിക്കുന്നവരാണെങ്കിലും നിങ്ങളുടെ സ്പിരിച്വാലിറ്റി ആസ്വാദനമാകണം. ആസ്വാദനത്തെ നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. ശിവനെയും ശക്തിനെയും നമ്മുടെ കുഞ്ഞു ബുദ്ധി വെച്ചിട്ട് നമുക്ക് അറിയാൻ പറ്റില്ല. ഒരിക്കലും. അനുഭവിക്കാൻ വേണമെങ്കിൽ ആസ്വദിക്കാം. അമ്മ എന്നിലൂടെ ഒഴുകുന്നു, അതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ കഴിയുന്നു, എനിക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞാൽ പിന്നെ ഹരീഷ് ബാബു അറിവോ ഒന്നുമില്ല. നമ്മൾ തന്നെ പറയാൻ ഒരു സയൻസിന്റെ പോയിട്ട് കഴിഞ്ഞാൽ പുള്ളി തന്നെ സെപ്പൽസും ഇതെല്ലാം വലിച്ചു പിന്നിട്ടിട്ട് ഇങ്ങനെ കുരങ്ങന്റെ പൂമാല ഇട്ടിടക്കി. പക്ഷെ ഒരു കവിയാണെങ്കിൽ അതിനെ വേറൊരു രീതിയിലേക്ക് അതിനെ മാറ്റി വെക്കും പറയുന്നത്. ആസ്വാദനമാകണം. തീർച്ചയായും ആസ്വദിക്കാൻ കഴിയുന്നവനിലേക്ക് അമ്മ പെയ്തിറങ്ങും, അല്ലെങ്കിൽ അച്ഛൻ പെയ്തിറങ്ങും. ആസ്വാദനമില്ലാത്തവന് ആസ്വദിക്കുന്ന ഒരുത്തിന് ശരിക്കും ആസ്വാദനം നമ്മളിൽ സംഭവിക്കുമ്പോൾ ഈ പാരന്റ്സ് അത് ചെയ്യുന്നുണ്ട്. ഇപ്പോ ഒരു ലഡു എനിക്ക് കണ്ടു, അവിടെ ഒന്നേ ഉള്ളൂ, പക്ഷെ അതെനിക്ക് ഇഷ്ടമാണ്. പക്ഷെ എൻ്റെ മകന് അത് വളരെ ഇഷ്ടമാണ്. പക്ഷെ ഞാനത് കഴിക്കാതെ അവന് മേടിച്ചു കൊടുത്ത് അവൻ കഴിച്ച് അവൻ നിറയുമ്പോൾ എന്നിലുണ്ടാകുന്ന നിറവ് ആസ്വാദനത്തിന്റെ സ്പിരിച്വൽ. അപ്പൊ ഇങ്ങനെ ഒരു തലത്തിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് നമുക്ക് എന്താ ആളുകളോടുള്ള ആ സാധനങ്ങൾ ഏറ്റവും കൂടുതൽ ഉള്ളത് മാതൃഭാവത്തിലും. അപ്പൊ അമ്മമാർക്ക് അറിയാലോ മദർ ടങ് എന്ന് ഉപയോഗിച്ച്, ലാംഗ്വേജ് എന്നല്ല. അപ്പൊ ടങ്ങിലെല്ലാം ഉണ്ട്. ടങ് ഓഷ്ട്യ വിരാമം സംഭവിച്ചവന്റെ ശബ്ദമില്ല. ആ ഭ എന്ന് പറഞ്ഞാൽ അതുമാണ്. ഭക്തി എന്ന് പറഞ്ഞാല് ഭ. ഓഷ്ട്യ വിരാമം എന്ന് പറഞ്ഞാൽ പിന്നെ ഇല്ല. അടച്ചു തുറക്കണം. അടച്ചു തുറക്കുമ്പോ, അതായത് നമ്മുടെ ഉള്ളിലെ അടയ്ക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, ഒന്നും ശൂന്യതയാണ്. ഈ അടച്ചതിന്റെ അനുഭൂതിയിൽ നമ്മൾ ലോകത്തിലേക്ക് തുറക്കണം. നമ്മള് തുറന്നടക്കുകയാണ്. നമ്മുടെ കംപ്ലീറ്റ് സാധനത്തെ എടുത്തിട്ട് നമ്മൾ പിന്നെ അടച്ചു വേറൊന്നും കയറാനില്ല. പഴയ സ്ത്രീകളുടെ ഏറ്റവും വലിയ ആയുധം ഈ ഭായാണ്. ഭ എന്ന് പറഞ്ഞ ആട്ടിന്റെ ആഴത്തിലേക്ക് പോയാണ്ടല്ലോ, ഭക്തി ഉണ്ട്. തീർച്ചയായിട്ടും. നാദിയും മഹാപ്രാണനുമായ ഓഷ്ട്യവിരാമം, അതാണ് എന്റെ. അപ്പോ മഹാപ്രാണനായ ഓഷ്ട്യവിരാമം എന്ന് പറഞ്ഞാൽ പിന്നെന്താ, മഹാപ്രാണൻ ശിവൻ തന്നെയാണ്, ദേവി തന്നെയാണ്. അപ്പൊ ആ അടച്ച് അതിന്റെ അനുഭൂതിയിൽ നമ്മൾ ഇന്നും അടയ്ക്കുന്നുണ്ട് ഉറക്കത്തിലൂടെ. ആയുർവേദക്കാര് പറയുന്നത് പ്രാജ്ഞനുമായിട്ടുള്ള കൂടിച്ചേരലാണ്. അപ്പൊ അതിലേക്ക് അടച്ചാൽ പിന്നെ തുറക്കുമ്പോ എന്നിലും അങ്ങിലും ഉള്ളത് പ്രജ്ഞയാണ്. പിന്നെ അങ്ങേ എനിക്ക് വെറുക്കാൻ കഴിയില്ല. ഇതുകൊണ്ട് അവര് പറയും, ആ ഓഷോക്ക് പറഞ്ഞ പോലെ കഥ, ഓ അങ്ങനെയോ, ഈ കുട്ടി അങ്ങയുടെയാണ്, ഓ അങ്ങനെയോ, അത് എനിക്ക് തെറ്റുപറ്റി, ഈ കുട്ടി അങ്ങയുടെ അല്ല, ഓ അങ്ങനെയോ. അപ്പോഴും അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ല. ഇത് ഓ അങ്ങനെയോ എന്ന് പറയുന്നതിലേക്ക് എത്തണമെങ്കിൽ ആ ശൂന്യതയിലേക്ക് അടച്ചു തുറന്ന് ആ അടവിന്റെ ശൂന്യതയുടെ ആനന്ദത്തിന്റെ സൗന്ദര്യത്തിന്റെ നിറവ്
പിന്നെ നമ്മളിൽ നിന്ന് ഒഴുകാൻ തുടങ്ങും. ഒഴുക്കണ്ട, പലരും ഒഴുക്കാനാ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണല്ലോ അപ്പൊ ഈ മൈക്കും കെട്ടി വെച്ച് ദീക്ഷയൊക്കെ കൊടുക്കുന്ന പരിപാടികൾ. അതിന് എത്രത്തോളം സാങ്കത്യമുണ്ട് അല്ലെങ്കിൽ ആൾക്കാർ പങ്കെടുക്കുന്നുണ്ടെന്ന് വെച്ചാൽ അതൊന്നും നമ്മുടെ വിഷയമല്ല. പക്ഷെ നമ്മളോട് അടുപ്പമുള്ള ചില ആളുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നിങ്ങളിൽ സംഭവിക്കേണ്ടുന്ന ശൂന്യതയെ അതേ ഉള്ളൂ. അതിന് മൈക്ക് വെച്ച് കെട്ടി വെച്ച് ഞങ്ങൾ ശബ്ദ പൊല്യൂഷൻ നടത്തണേ. ഇനി അതുകൊണ്ട് ചിലർക്ക് ആനന്ദം കിട്ടണേ ഓക്കെ കേട്ടോ, നമ്മളൊന്നും എതിർക്കേണ്ട ആവശ്യമില്ല. ഇതിലെല്ലാം നമ്മൾ ഈ പറഞ്ഞ ആനന്ദവും സൗന്ദര്യവും മായയും ഒക്കെയുണ്ട്. നമുക്കറിയാം മായയുടെ കഞ്ചുകങ്ങളുണ്ട്. വളരെ സങ്കീർണമായിട്ടുള്ള ചില അവസ്ഥാവിശേഷങ്ങളാണ് അവിടെ നമ്മൾ അറിയുന്ന ത്രിമൂർത്തികളിലെ ശിവൻ അവിടെ വെച്ച് നമ്മൾ സാധാരണ അവസാനിപ്പിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. ഈ 36 തത്വങ്ങളിൽ ഏറ്റവും മുകളിലായിട്ട് പോകുമ്പോൾ ഉള്ള സദാശിവനോട് സദാ ചേർന്നിരിക്കുന്ന എന്നുള്ള ഒരു അർത്ഥത്തിലാണ്. അപ്പൊ അവിടെ ദേവിയുടെ ഈ പറയുന്ന പുരികക്കൊടികളുടെ ചലനമായിട്ട് അതിനെ വളരെ മനോഹരമായിട്ട് കല്ലി വല്ലി എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് ഈ ബുക്കിൽ വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ അവിടുന്ന് ഇവിടുന്ന് പറക്കുന്ന സാധനങ്ങൾ വെച്ചിട്ട് ഇതിനെ ഭയങ്കര ഒരു സംഗതിയായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഈ ബുക്കിൽ പറ്റിയ ഒരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടർച്ചയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു ചാപ്റ്റർ വായിക്കുക, അടുത്ത ചാപ്റ്റർ വായിക്കുക, അങ്ങനെ ഒരു പരിപാടി ഇതിനകത്ത് നടക്കില്ല. എനിക്ക് അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് കൈ കിട്ടുന്ന ഒരു പേജ് തുറക്കുന്നു, അത് വായിക്കും. ചിലപ്പോൾ അത് 2 പ്രാവശ്യം വായിച്ച് കഴിഞ്ഞതായിരിക്കും, അറിയാൻ പറ്റുന്നില്ല. വീണ്ടും അവിടെ കിടന്ന് കൊടുക്കുന്നു, വീണ്ടും അടുത്തേക്ക് പോകുന്നു. അപ്പോൾ ഓരോ കാഴ്ചകളിലും ഓരോ ദൃശ്യ പ്രപഞ്ചങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്ന ശരിക്കും അങ്ങനെ ഒരു മായ ഇതിനകത്ത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത്, നമ്മളിവിടെ ഈ ഓരോ അതിർത്തികൾ ഇട്ടിങ്ങനെ വെക്കുന്നുണ്ടെന്നാണ്. ചില സ്ഥലങ്ങളിൽ നമ്മൾ ഇത് നമ്മുടേതാണ്, അല്ലെങ്കിൽ ഇതാണ്. അപ്പൊ ഇതിന്റെ അപ്പുറത്ത് നിൽക്കുന്നത്, ഇപ്പൊ ഞങ്ങൾ ചില സംവാദങ്ങളിൽ ചോദിക്കാറുണ്ട്, അപ്പൊ നിങ്ങളുടെ ദൈവത്തിനെ മാത്രം ഇങ്ങനെ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ മറ്റുള്ള ദൈവങ്ങൾ എന്ന് പറയുന്ന ഒരു സങ്കല്പം അവിടെ വരുന്നുണ്ട്. അപ്പൊ ആ ദൈവം ആരുടെ ദൈവമാണ്? അപ്പൊ നിങ്ങളുടെ ഈ ദൈവത്തിന്റെ പുറത്ത് നിൽക്കുകയാണെങ്കിൽ അവിടെയും ഈ പറയുന്ന ഒരു ക്ലാഷ് വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാം മുകളിൽ നിൽക്കുന്ന ഒരു ഏകത്വത്തിലേക്ക് നമുക്ക് എത്തണം എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് വളരെ മനോഹരമായിട്ട് ഇതിനകത്ത് ഈ ഡയോജനസിന്റെ ഒരു സംഗതി പറയുന്നുണ്ട്. അലക്സാണ്ടർ ഇങ്ങനെ പോകുമ്പോൾ, ലോകം കീഴടക്കാൻ പോകുമ്പോഴത്തേക്ക് അദ്ദേഹം പറയുന്നു അല്ലെ, സ്വയം കീഴടക്കി ഒരുത്തന്റെ ശാന്തത. അതൊന്നും പറയാം, അത് ഭയങ്കര രസമായ ഒരു സംഗതിയാണ്. അതായത് നമ്മള് ചെറുപ്പം മുതലേ കേട്ടിട്ടുള്ള ഒരു കഥയാണ്. മണൽപ്പരപ്പില് കാറ്റുകൊണ്ട് കിടക്കുന്ന ഡയോജനസിന്റെ അടുത്ത് അലക്സാണ്ടർ നഗ്നനായി കിടക്കുന്ന, ഞാൻ ലോകം കീഴടക്കാൻ പോവുകയാണ്, അപ്പൊ എന്നെ അനുഗ്രഹിക്കണം എന്ന് പറയുമ്പോൾ, ലോകം കീഴടക്കി കഴിഞ്ഞിട്ട് നീ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ എനിക്കൊന്ന് വിശ്രമിക്കണം. അപ്പൊ അദ്ദേഹം പറയും, ഞാൻ ഇപ്പോഴേ അതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇവിടെ വരൂ, വിശ്രമിക്കൂ. അതിന്റെ എക്സ്പാൻഷനും അങ്ങനെയായിട്ട് പല കഥകളുമുണ്ട്. അതിൽ നിന്ന് നമ്മൾ എടുക്കേണ്ടുന്ന സാധനം, നമ്മൾ വിശ്രമത്തിലാണ്, വിശ്രാന്തിയിലാണ്. ഇതിന്റെ ഏറ്റവും വലിയൊരു കോൺട്രഡിക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പലരും പറയും എൻ്റെ ഹാർഡ് വർക്കാണ് എൻ്റെ വിജയത്തിന്റെ പുറകിലുള്ളത് എന്ന് പറയാറുണ്ട്. എൻ്റെ ഒരു ചോദ്യം, നമുക്ക് എത്ര ദിവസം ഉറങ്ങാതിരിക്കാൻ കഴിയും? 1, 2, 3, 4, 5, 7. അപ്പൊ സത്യത്തിൽ ഇന്ന് അങ്ങ് ഉറങ്ങിയ വിശ്രമമാണ്, വിശ്രാന്തിയാണ് നാളെ അങ്ങയുടെ പ്രവൃത്തി. ഇപ്പൊ എന്റെ പേഴ്സണലായിട്ട് ഞാൻ പലരോടും സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, നമ്മൾ ദയവ് ഇത് പറയേണ്ടത്, എന്റെ വിശ്രമമാണ് എന്റെ വിജയത്തിന്റെ രഹസ്യം. ഈ വിശ്രമത്തിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ പോസിറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ വരും. പിന്നെ ഈ ഇതിലെ 27ാമത്തെ ശ്ലോകം വായിച്ചൊരു ടീച്ചർ കരഞ്ഞിട്ടാണ് വോയിസ് വിട്ടത്. അതിൽ പറയുന്ന ഒരു സാധനം അവർക്ക് ടച്ച് ചെയ്തതിൽ ആഹതം, പൗരോഹിത്യം എന്ന് പറയുമ്പോൾ പുരം, ആഹതം, അഗ്നി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ആഹതം എന്ന് പറയുന്ന വാക്കിന് ഗുണനഫലം എന്നൊരു അർത്ഥമുണ്ട്, അർത്ഥശൂന്യമായ വാക്ക് എന്നൊരർത്ഥമുണ്ട്. അപ്പോ എന്റെ ശരീരം പുറപ്പെടുവിക്കുന്ന വാക്കുകൾ മറ്റൊരുവനിൽ ഗുണനഫലമാണ് ഉണ്ടാക്കേണ്ടത്. കാരണം ഇതുകൊണ്ട് ചിന്തിച്ച്, ഇപ്പൊ ബിജുഭായി പലതും വായിച്ചിട്ട് അങ്ങയുടെ ഒരു മനനത്തിലൂടെ അദ്ദേഹം അങ്ങൊന്ന് പോളിഷ് ചെയ്തിട്ട് അങ്ങയുടേതായിട്ടുള്ള രീതിയിലേക്ക് ആക്കിയിട്ട് അത് പറയാം. മറ്റേത് റിപ്പീറ്റ് ചെയ്താൽ തത്തമ്മയെ പൂച്ചയാണ്. അപ്പൊ അത് ഗുണനഫലമാണോ ഞാൻ കേൾക്കുന്ന ഒരു വാക്ക് എന്നിലുണ്ടാക്കുന്ന സ്വാധീനം എന്ന് ഞാൻ മനനം ചെയ്യേണ്ടത്. ഗുണനഫലമാണെങ്കിൽ അമ്മ നിങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എന്നെ ശക്തിമത്താക്കാത്ത ഒരുത്തനും എന്നെ കൈമാറ്റം ചെയ്യരുതെന്ന് വിദ്യ ബ്രാഹ്മണരോട് പറയുന്നത്. എന്നെ ശക്തിമത്താക്കുന്ന ഒരുത്തനെ നിങ്ങൾ എന്നെ കൈമാറാൻ പാടും. അപ്പൊ ഇവിടെ അമ്മയുടെ ഗുണനഫലമാണ് വരുന്നത്. അപ്പൊ ഞാൻ ആ 27ാമത്തെ അധ്യായത്തില് പറയുന്ന ഒരു സാധനം, നിങ്ങൾ നടക്കുന്ന സ്ഥലം മുഴുവൻ ഒരു ഹോമകുണ്ഡമാക്കുക, നിങ്ങളെ ഒരു ജ്വലിക്കുന്ന അഗ്നിനാളമാക്കുക. അപ്പൊ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ആ ജ്വലനത്തിലേക്ക് വന്ന് നിങ്ങളിലേക്കുള്ള എല്ലാ സാധനവും കൊണ്ടുവരും. ഇത് വായിച്ച് ഗുണനഫലവും എന്ന് പറയുമ്പോ ഈ ടീച്ചർക്ക് തണ്ട് കത്തി. ഇവര് കേൾക്കുന്നത് മുഴുവൻ ഒരു നെഗറ്റീവാ. അവരങ്ങനെ അത് അടച്ചു വെച്ച് ലളിതാ സഹസ്രനാമം ഒന്ന് വായിച്ച് ഇവരുടെ ഉള്ളിലെ ശാന്തത ഉണ്ടാക്കി വന്നു. പിന്നെ അമ്മയിലൂടെ വന്നു. ഇവർ നോക്കുന്ന സമയത്ത് ഒരു തെളിച്ചം അവർക്ക് മനസ്സിലാവുകയാണ്, ഞാൻ കേൾക്കുന്ന വാക്കുകൾ എന്നിൽ ഉണ്ടാക്കുന്ന
നെഗറ്റിവിറ്റികളാണ് ഇതിന്റെയൊക്കെ പ്രശ്നം. ഗുണനഫലം അല്ല അവിടെ, ഇല്ല ഉണ്ടാവണത് മുഴുവൻ നെഗറ്റീവാ പെരുകണം, പോസിറ്റീവ് അല്ല. അപ്പൊ ഇത് പിന്നെ അവരുടെ ശരീരത്തെ അവര് നടക്കുന്ന സ്ഥലങ്ങളെയൊക്കെ ഹോമം കൊണ്ടുപോകും. ഇവര് അഗ്നിനാളമായിട്ട് സങ്കല്പിക്കാൻ തുടങ്ങിയിട്ട് അത് കരയാണ്. എന്നിട്ട് എനിക്ക് ആ ഇമോഷണലി ഇരുന്നുകൊണ്ട് തന്നെയാണ് വോയിസും വിട്ടത്. ഈ ലെസൺ എനിക്ക് എന്താണ് തന്നതെന്ന് സാറിന് അറിയില്ല എന്ന് പറയുമ്പോൾ ഇവർക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പൊ ഇവര് ആ ഒരു അധ്യായത്തിൽ വേറെ ആൾക്ക് ചിലപ്പോ വേറെ അധ്യായത്തിലൂടെ വരും. അള്ളാഹു ശിവോഹം ശംഭോ എന്ന് പറയുമ്പോൾ രണ്ടും പൊക്കുള്ള അടിക്കാന്ന് അത് ടെക്നിക്ക് ചെയ്ത് നോക്കിയിട്ട് ഒരാൾക്ക് ഭയങ്കര അനുഭൂതി കിട്ടി. അങ്ങനെ ഓരോരുത്തർക്കും കിട്ടുമ്പോ നമ്മുടെ ഉള്ളിലുള്ള ഈ സാധനത്തെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ കൂടുതൽ ടച്ച് നൽകുന്നു. അപ്പൊ നമ്മുടെ വിജയം ശക്തമാവും. അപ്പൊ അതിന് നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം മണലില് മലർന്നു കിടന്നുകൊണ്ട് അടുത്തുള്ള ശ്വാനനെയും നിരീക്ഷിച്ചുകൊണ്ട് അതെ ഇവിടെ യുദ്ധമൊക്കെ ചെയ്ത് ലോകം കീഴടക്കിട്ട് നിന്നിട്ട് വിശ്രമിക്കണം. അപ്പൊ ചിലര് അവരുടെ പ്രവൃത്തി തന്നെ വിശ്രമമാണ്. അവരുടെ അടുത്ത് ചെന്നാൽ നമുക്കറിയാം. ഞാൻ റിസോർട്ടിൽ നിൽക്കുമ്പോൾ ഇതേപോലെ ഒരു അമ്മ ഇങ്ങനെ നടന്നു വരുന്നു. ഒരു 65-70 വയസ്സുണ്ട്. അമ്മ ഇങ്ങനെ വരുമ്പോ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഊർജ്ജപ്രവാഹം ഇങ്ങനെ വരുന്ന പോലെ. അപ്പൊ ഞാൻ എന്റെ കൂടെയുള്ള പിള്ളേരിൽ പറഞ്ഞു ഇതൊരു എന്തോ ഉണ്ട് അമ്മടയിൽ എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ അമ്മേനെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോ 26 വർഷമായിട്ട് കാശ്മീര ശൈവം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അമ്മ. 12-ാം വയസ്സിൽ ഇന്റർനെറ്റ് ഒന്നും ഇല്ലാത്ത കാലത്ത് ഇന്ത്യയെ സ്വപ്നം കണ്ട് ഇവർക്ക് പോകേണ്ടുന്ന സ്ഥലം സ്വപ്നം കണ്ട് കാശ്മീരിലെത്തിയതാ. നമ്മുടെ ലോജിക്ക് വെച്ചിട്ട് നമ്മൾ ഇതിനെ എങ്ങനെ അളക്കും? അവിടെയാണ് മിഖേൽ നെയ്മിനെ വീണ്ടും എനിക്ക് ഓർമ്മ വരുന്നത്. ലോജിക്ക് വികലാംഗന്റെ കയ്യിലെ ഊന്നുവടിയാണ്. വാക്ക് ശ്രദ്ധിക്കണേ, ലോജിക്ക് വികലാംഗന്റെ കയ്യിലെ ഊന്നുവടിയാണ്. ലോജിക്കിന്റെ അതിര് കൂടുന്നവൻ ഓടാൻ തുടങ്ങും, പിന്നെയും അതിര് കൂടുന്നവൻ പറക്കാൻ തുടങ്ങും. അപ്പൊ ഇത് എളുപ്പമല്ല. അവൻ മണലില് കാറ്റേറ്റ് അവനെ തന്നെ കീഴടക്കിയിട്ട് വിശ്രമിച്ച് കിടക്കും. അങ്ങനെ വിശ്രാന്തിയിലേക്ക് ഇരിക്കുന്ന ആള് തന്നെയാണല്ലോ ബുദ്ധനും. അപ്പം ബുദ്ധന്റെ അടുത്ത് നമുക്കറിയാലോ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കഥയുണ്ട്. അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് മുഖത്ത് തുപ്പിയിട്ട് പോയ ആളുടെ ഒരു സംഗതി എന്ന് പറഞ്ഞാല്. അപ്പൊ അത് നമുക്ക് എന്താ പറയാ, ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഒരിക്കലും എത്ര വലിയ മാനേജ്മെന്റ് ക്ലാസ്സിൽ പോലും പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു ലെസൺ ആണ് അതല്ലേ? അത് ഒരിക്കലും ഇപ്പോ തുപ്പിയിട്ടെടുക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെയൊക്കെ വായനകൾ തുടങ്ങിയപ്പോ ചില മാറ്റങ്ങൾ നമുക്ക് ഇങ്ങനെ അനലൈസ് ചെയ്ത് കിട്ടും. ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് എന്റെ അമ്മയെ ഒരാൾ തെറി വിളിച്ചു. കളി കഴിഞ്ഞിട്ട് എന്റെ വളരെ ജൂനിയറാ, ഞാൻ പോയിട്ട് അദ്ദേഹത്തോട് സോറി പറഞ്ഞു. അപ്പൊ എന്റെ സീനിയേഴ്സ് മുഴുവൻ പറഞ്ഞാൽ ചെയ്യരുതെന്ന് പറഞ്ഞു. ഞാൻ അവനോട് പറഞ്ഞു, നീ എന്തെങ്കിലും എന്റെ അമ്മേനെ വിളിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ എന്തോ വാക്കും എനിക്ക് ഇഷ്ടമായിട്ടുണ്ടാവില്ല, അത് നീ പറഞ്ഞുവെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യത്തിന് ഞാൻ ക്ഷമ പറയുന്നു, എന്താന്ന് എനിക്കറിയില്ല. അപ്പൊ കരഞ്ഞവൻ. അപ്പൊ ആ ആങ്കർ എന്ന് പറയുന്ന സാധനത്തിൽ നിൽക്കുന്ന ഒരാളെ നമ്മൾ ചെന്നിട്ട് ക്ഷമയോടുകൂടി അവനോട് ക്ഷമ ചോദിക്കുമ്പോൾ, പേഷ്യൻസ് ഇല്ലാത്തവൻ പേഷ്യന്റ് ആവും എന്ന് പറയുന്നതും ആയുർവേദമായിട്ടൊക്കെ കണക്ട് ചെയ്യാന്ന് പറയുന്നത് ഈ കോശങ്ങളെ തണുപ്പിക്കുന്ന ഒരു അനുഭൂതിയും ആസ്വാദനവും വാക്കിൽ കൊണ്ടുവരാൻ കഴിയുന്ന വെറുതെ ഒരു 2 സെക്കൻഡ് അതാണ് ആത്മീയത എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായും അത് തന്നെയാണ്. അതെ, നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാളുടെ ആത്മാവിനെ നമുക്ക് അറിയാൻ പറ്റും. അത് തന്നെയാണ് ആത്മീയത, അതിന്റെ അപ്പുറം വേറൊന്നുമില്ല. അതുപോലെ തന്നെയാണ് ഈ ആധുനിക കാലത്തിൽ നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ, പഴയ കാലത്തും അങ്ങനെയാണ്, മനസ്സിന്റെ ഒരു വലിയ ഓട്ടത്തിൽ അല്ലെങ്കിൽ മനസ്സിനെ ഒന്ന് പിടിക്കാൻ മെരുക്കാനുള്ള ഒരു ഓട്ടത്തിലാണ് നമ്മളെല്ലാവരും. അപ്പൊ ഇതിൽ ബോധിസത്വന്റെ ഒരു കഥ പറയുന്നുണ്ട്. എന്ന് പറയുന്ന ഒരു രാജാവ് തന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറയുന്ന ഒരു സംഗതി, അത് വളരെ മനോഹരമായിട്ട് എനിക്ക് തോന്നി. അത് അങ്ങനെ ഒന്ന് പറയാമോ? ബോധിസത്വൻ നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹം ചൈനയിൽ ചെന്ന് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് എന്ന് പറയുന്ന രാജാവ് വരികയും, ഞാൻ 10,000-കണക്കിന് ബുദ്ധഭിക്ഷുക്കൾക്ക് അന്നദാനം നടത്തുന്നുണ്ട്, ക്ഷേത്രങ്ങൾ അനവധി ആയിരക്കണക്കിന് പണിതിട്ടുണ്ട്, എനിക്ക് എന്ത് ലഭിക്കും എന്ന് ചോദിക്കുമ്പോൾ ബോധിസത്വൻ പറയും, നിങ്ങൾ 7-ാം നരകത്തിൽ പോയി പതിക്കും. അപ്പോ അദ്ദേഹം ഞെട്ടിപ്പോയി. കാരണം ഇത്രയധികം ദാനധർമ്മങ്ങൾ നടത്തിയിട്ട്. അപ്പൊ ഇത് എന്തെങ്കിലും തിരിച്ചു കിട്ടുമെന്ന് കരുതിയിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടുമെന്ന് കരുതിയിട്ടാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത്. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, എന്റെ മനസ്സിനെ എനിക്ക് അടക്കാൻ കഴിയുന്നില്ല. അപ്പൊ അദ്ദേഹം പറയും, നാളെ രാവിലെ പുലർച്ചെ ഇവിടേക്ക് വരിക, വരുമ്പോൾ നിങ്ങളുടെ മനസ്സിനെയും കൊണ്ടുവരിക. അപ്പൊ ഇത് ഇദ്ദേഹത്തിന് ഭ്രാന്താണോ എന്നൊക്കെ തോന്നിപ്പോയി. പക്ഷെ എന്നിട്ടും ഇദ്ദേഹത്തിന്റെ ആ ഒരു ഓറ അല്ലെങ്കിൽ കരിസ്മ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ രാവിലെ അവിടെ ചെല്ലുകയും മനസ്സ് കൊണ്ടുവന്നിട്ടില്ലേന്ന് ചോദിക്കും, ഉണ്ടെന്ന് പറയും.
അപ്പൊ അവിടെ ഇരുന്നോളൂ, ആ വലിയ വടി വെച്ചിട്ട് ഇരുന്നുകൊള്ളൂ, ഞാൻ മനസ്സിനെ കണ്ടുപിടിച്ച് എനിക്ക് തരിക, ഞാൻ പ്രശ്നങ്ങൾ പരിഹരിച്ചു തരാം. പിന്നീട് അദ്ദേഹം മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും കണ്ണു തുറക്കാഞ്ഞപ്പോൾ ബോധിസത്വൻ വടിവെച്ച് ഉണർത്തുകയാണ്. അപ്പൊ അങ്ങനെ വടിവെച്ച് ഉണർത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ സൗന്ദര്യ ലഹരി എന്നും അല്ലെങ്കിൽ ശിവസൂത്രം എന്നൊക്കെ പറഞ്ഞിട്ട്, സൂത്ര എന്നൊക്കെ പറഞ്ഞിട്ട്, ഭഗവത്ഗീത എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇഷ്ടംപോലെ ഗ്രന്ഥങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരാണ് നമ്മൾ. അപ്പൊ ഇത് നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നതിനപ്പുറം നമ്മളിൽ ആസ്വാദനമായി ലയിച്ചു ചേർന്ന് ആസ്വാദനത്തോടു കൂടി നമുക്കത് വരും തലമുറയിലേക്ക് രസകരമായി കൊടുക്കാൻ കഴിഞ്ഞാൽ, രസകരമായി കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഒരു ആധ്യാത്മിക ക്ലാസ്സിൽ നമ്മൾ കുട്ടികളെ കാണാത്തത്. ഞാൻ നിലമ്പൂര് പോയിട്ട് ഒരു ലളിതാ സഹസ്രനാമ ക്ലാസ്സിൽ പോയിട്ട് മുഗ്ധാവുതൻ ആസക്ത ചിത്ത എന്ന് സാറ് പറഞ്ഞില്ലേ എന്ന് എന്നോട് ഒരു 5ാം ക്ലാസ്സുകാരൻ ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, മോനെ വീട്ടിൽ ആരാണ് ലളിതാ സഹസ്രനാമം വായിക്കണമെന്ന് ചോദിച്ചു. ആരും വായിക്കണില്ല. പിന്നെ നീ ഇതെങ്ങനെ പറഞ്ഞു വെച്ചു? സാറ് 3 പ്രാവശ്യം പറഞ്ഞില്ലേന്ന്. അപ്പൊ ഇദ്ദേഹത്തിന്റെ അച്ഛൻ എന്നോട് പറഞ്ഞു, ഇവന് ഒരു നമ്മുടെ പോലെ ഭക്തിയൊന്നുമില്ല, ഒന്ന് ശരിയാക്കി എടുക്കണം എന്നപ്പോ ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് ഈ അച്ഛനോട് ചോദിച്ചു, ഈ 3 മണിക്കൂറിന്റെ ഇടയിൽ നിങ്ങൾ വീഡിയോ കളിക്കാൻ 4 പ്രാവശ്യം പോയി, ഇവൻ ഇവിടെ നിന്ന് അനങ്ങിയിട്ടില്ല, എന്നിട്ട് ഇവൻ മുഗ്ധാവസാന ആസക്തി ചിത്താന്ന് പറയുകയും ചെയ്തു. അപ്പൊ അവനിൽ നിന്ന് നിങ്ങൾ പഠിക്കണം. അത് അങ്ങനെ ഇരിക്കാൻ കാരണം കുഞ്ഞുങ്ങളുടെ കഥകളുമായിട്ട് മൊയലും മാമയൊക്കെ ആയിട്ടുള്ള സാധനം വെച്ചിട്ട് നമ്മൾ ലളിതാ സഹസ്രനാമം കണക്ട് ചെയ്ത് പറഞ്ഞു. അപ്പൊ പിള്ളേർ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ നമ്മുടെ മക്കൾ ഇത് ചൊല്ലാത്തതിന്, ഇതിൽ പോകാത്തതിന് കുറ്റം ഞാൻ ഈ പാരന്റിങ് ക്ലാസ് കഴിഞ്ഞാൽ രക്ഷിതാക്കൾ വന്നിട്ട് കുട്ടികളുടെ കുറ്റം കൊണ്ട് പറയും. അപ്പൊ ഞാൻ അവരോട് ഒറ്റ വാക്കം മറുപടി പറയുള്ളൂ, ടാങ്കിലുള്ളത് പൈപ്പ് കൂടെ വരാം. ഇത് മനസ്സിലായാൽ പിന്നെ മക്കളെ കുറ്റം പറയില്ല. അപ്പൊ നമ്മുടെ ടാങ്കിൽ എന്തുണ്ട്, നമ്മുടെ പൈപ്പ് എന്തു പുറത്തേക്ക് കൊടുക്കുന്നു, ഇതിൽ ശ്രദ്ധയുള്ളവരായാൽ, ജിഹ്വാസാധന നടത്തിയാൽ ഈ സൗന്ദര്യലഹരി പറയുന്ന ആനന്ദവും മായയും ലഹരിയും ഒക്കെ ജിഹ്വയിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക്, ബീയിങ്ങിലേക്ക്, ഹ്യൂമൻ ബീയിങ് എളുപ്പമാണ്, പക്ഷെ ബീയിങ് ഹ്യൂമൻ എളുപ്പമല്ല. അതിലേക്ക് വരുമ്പോൾ ഇതെല്ലാം ഞാനും ചോദിക്കാറുണ്ട്, നിങ്ങൾ അറിയോ ഹോമോസാപ്പിയൻ പറയും ഹ്യൂമൻ ബീയിങ് ചോദിക്കാൻ. അപ്പൊ പിള്ളേരെ കൺഫ്യൂഷൻ ആവും. അപ്പൊ ഹ്യൂമൻ ബീയിങ് ആവണമെങ്കിൽ ദേർ ഷുഡ് ബി ഹ്യൂമൻസ് ഇൻസൈഡ്. അപ്പൊ 1-2 ചോദ്യങ്ങളോടുകൂടി നമുക്കിത് തൽക്കാലം ഒന്ന് വൈൻഡപ്പ് ചെയ്യാം, കാരണം ഇതെങ്ങും എത്തൂല. സന്ധ്യ മയങ്ങി തുടങ്ങി, അതാണ്. അപ്പോൾ ചോദിക്കാൻ പറ്റുന്നത്, കാരണം ധാരാളം പേർക്ക് ഞാൻ സജസ്റ്റ് ചെയ്തൊരു ബുക്കാണ് ആൽക്കമിസ്റ്റ്. അപ്പൊ നമ്മൾ ഇന്നലെ കാറിൽ ഇങ്ങോട്ട് യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ആൽക്കമിസ്റ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴും അങ്ങ് പറഞ്ഞു, അതിലെ യുറീമും തുമ്മീമും യഥാർത്ഥത്തിൽ കൊയിലോയ്ക്ക് കിട്ടിയ ഒരു സാധനമാണ്, മറ്റൊരു ബുക്കിൽ നിന്ന് അല്ലെങ്കിൽ മറ്റൊരു എന്താ പറയുക ഒരു ഫിലോസഫിയിൽ നിന്ന് കിട്ടിയതാണ്. അപ്പൊ ഞാൻ യഥാർത്ഥത്തിൽ ആ ഫിലോസഫിയെ കുറിച്ച് കേട്ടിട്ട് പോലും ഇല്ല. അപ്പൊ അതൊന്ന് പറയാമോ? ഹസിഡിസം എന്ന് പറയുന്ന ജൂയിഷ് റേസിലെ സന്യാസിമാരെയാണ് ഹസിഡുകൾ എന്ന് പറയുന്നത്. അവരിൽ ബാൽഷേം എന്ന് പറയുന്ന ആചാര്യനൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കഥയാണ്, ഒരു പാലത്തിനടിയിൽ നിധി ഉണ്ടായിരുന്നെന്നും അത് തെരഞ്ഞു നോക്കിയിട്ട് അതിന് അവിടെ നിന്ന് അവൻ നാട് മുഴുവൻ തെരഞ്ഞിട്ട് തിരിച്ചു വന്ന് അവിടെ നിന്ന് എടുത്തതാണ്. അത് 3000 വർഷമെങ്കിലും പഴക്കമുള്ള റേസാണ് ജൂയിഷ് റേസ്. അപ്പൊ അത്രയും വർഷം പഴക്കമുള്ള ഒരു സാധനം അവിടെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ട് പൗലോ കൊയ്ലോ എഴുതിയതായിരിക്കാം. എന്റെ കയ്യിൽ തെളിവൊന്നുമില്ല, പക്ഷെ ഞാൻ ഇത് രണ്ടും ഞാൻ കേട്ടത് കൊണ്ട്, വായിച്ചത് കൊണ്ട്. അതിൽ പറയുന്ന മറ്റൊരു സാധനമുണ്ട്, ഒരു രാജാവ് തെറ്റ് ചെയ്ത 2 പേരെ കൊല്ലാൻ വിധിക്കും. ആ കൊല്ലൽ ഒരു റോപ്പ് കെട്ടിയിട്ട് ഒരു പർവ്വതത്തിൽ നിന്ന് മറ്റൊരു പർവ്വതത്തിലേക്ക് റോപ്പ് കെട്ടി നടക്കലാണ്. അങ്ങനെ ആദ്യത്തവൻ ക്രോസ് ചെയ്യും. അപ്പൊ 2ാമത്തവൻ അവനോട് ഇപ്പുറത്തുനിന്ന് വിളിച്ചു ചോദിക്കും, നീ എങ്ങനെ അക്കരെ കടന്നു? അപ്പൊ രാജാവ് ഇത് കഴിഞ്ഞ അവൻ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ അവൻ വീണ് മരിച്ചു. അപ്പോ അക്കരെ കടന്നവൻ പറയുന്ന ഒരു സാധനമുണ്ട്, ഞാൻ എങ്ങനെയാണ് ഇക്കരയ്ക്ക് വന്നതെന്ന് എനിക്കറിയില്ല, ഞാൻ ഇങ്ങോട്ട് വീഴാൻ പോകുമ്പോൾ ഞാൻ അപ്പുറത്തേക്ക് ബാലൻസ് ചെയ്തു, ഞാൻ അപ്പുറത്തേക്ക് വീഴാൻ പോകുമ്പോൾ ഞാൻ ഇപ്പുറത്തേക്ക് ബാലൻസ് ചെയ്തു. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയുള്ള കഥകളിലൂടെയാണ് ഹസിഡിസം സംസാരിക്കുന്നത്. അപ്പൊ നമ്മൾ വീഴാൻ പോകുമ്പോൾ നമ്മൾ അവിടേക്ക് തന്നെ ചിന്തിച്ചു കൂട്ടി ആ കുഴിയിലേക്ക് വീഴുകയാണ്. നമ്മൾ ഇപ്പുറത്തേക്ക് ചിന്തിക്കുന്നില്ല. ഈ അപ്പുറത്തേക്ക് ചിന്തിക്കാനുള്ള സാധനം വരണമെങ്കിൽ മൈൻഡ് എന്ന് പറയുന്നതിന് ശരിക്കും ഉപയോഗിക്കണം. മിറാക്കുലസ് ഇൻസ്ട്രുമെന്റ് ഫോർ നർച്ചർ ദ ഡെവലപ്മെന്റ്. ഇത് പലപ്പോഴും സംഭവിക്കാറില്ല. ഇത് സംഭവിക്കുമ്പോൾ നമ്മുടെ ലൈഫ് ബാലൻസ്ഡ് ആകും. ഇങ്ങനെ ഒട്ടേറെ കഥകൾ പറഞ്ഞു പോയിട്ടുള്ള ഒരു ഫുട്ബോൾ കളിക്കാരൻ ബാലൻസിങ് ആണ്. സെന്ററിലേക്ക് വരുന്നു. ഇതിനൊക്കെ ഞാൻ ഇപ്പൊ അങ്ങയോട്ട് ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ആ മറ്റേ ഇസ്രായേലിൽ നിന്നുള്ള അമ്മ ഹസിഡിസത്തെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോ ഇതെങ്ങനെ അറിയാം, ഞങ്ങളുടെ ഇവിടെ പലർക്കും പോലും അറിയില്ല. അപ്പോഴാണ് ഞാൻ സ്കൂൾ തലം മുതലേ വായിക്കാൻ തുടങ്ങിയ ഓഷോവിനോട് ഞാൻ ഹൃദയം കൊണ്ട് നന്ദി പറയുന്നത്. കാരണം അദ്ദേഹത്തിലൂടെയാണ് നമ്മൾ ഹസിഡുകളും അല്ലെങ്കിൽ സെൻ ബുദ്ധിസം എല്ലാം മനസ്സിലാക്കുന്നത്. അപ്പൊ ഞാൻ ഇതിൽ അട്രാക്റ്റഡ് ആയതുകൊണ്ട്, ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ചർച്ചയിലൂടെയും ഒക്കെ അറിഞ്ഞത് കൊണ്ട്,
പലരുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട്, ഇഗ്നോറൻസ് ഈസ് മൈ സ്ട്രെങ്ത് അല്ലെങ്കിൽ പവർ. അപ്പൊ ഈ ഇഗ്നോറൻസിനെ നമ്മൾ എന്ത് വെച്ചാൽ വീണ്ടും വിപുലീകരിക്കുക. അതെനിക്ക് പറയാനുള്ളത്. ഇഗ്നോറൻസിനെ വിപുലീകരിക്കണേ നമ്മൾ വായനയിലേക്കും അന്വേഷണത്തിലേക്കും മനനത്തിലേക്കും പോയേ പറ്റൂ. ആളുകൾ അറിവുണ്ടാക്കുക എന്ന് പറയുന്നത്. അപ്പൊ അതും തെറ്റൊന്നുമല്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ഒരു സാധനം, പ്ലീസ് വൈഡൻ യുവർ ഇഗ്നോറൻസ്. അതുണ്ടെങ്കിൽ നമുക്ക് വളരെ ശാന്തമായിട്ട് ഈ അർജില്ലാതെ കേൾക്കാൻ പറ്റും എന്റെ ഉള്ളിൽ അറിവുണ്ടെന്നുള്ളത്. ഇതിനെ അടക്കാൻ കഴിഞ്ഞാൽ അതിനോളം പറ്റിയ ഒരു സാധനയില്ല. അപ്പൊ 100% ഉറപ്പുണ്ടെന്ന് നമുക്ക് തോന്നുന്ന ഒരു കാര്യം തെറ്റായി ഒരാൾ പറയുമ്പോൾ അവനെ യാതൊരു തരത്തിലുള്ള പുച്ഛമോ ഒന്നുമില്ലാതെ നിഷ്കളങ്കമായ നയനത്തോടു കൂടി നോക്കി കെട്ടിരിക്കാൻ കഴിഞ്ഞാൽ യു ആർ സ്പിരിച്വൽ, യു ആർ ദ ഓണർ ഓഫ് മായാലഹരി, സൗന്ദര്യ ലഹരി, ആനന്ദ ലഹരി. അതെ 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 അതെ, ഇത് ഹരീഷ് ബാബുവിലൂടെ സംഭവിച്ചതാണ്. ഹരീഷ് ബാബുവിന് ഇതിൽ യാതൊരു പങ്കുമില്ല. അതെ 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 അതെ. അപ്പൊ എന്തായാലും അതില് ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അതായത് ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്, ആചാര്യസ്വാമികള് നേരിട്ട് കൈലാസത്തിലെത്തുമ്പോൾ ശിവഭഗവാൻ നേരിട്ട് വർണ്ണിച്ചെഴുതിയ ഈ പറയുന്ന ദേവിയുടെ സ്തവങ്ങൾ ഇങ്ങനെ ഉണ്ട് എന്നാണ്. അത് 100 ശ്ലോകങ്ങൾ ഉണ്ടായിരുന്നു എന്നും അദ്ദേഹം ശിവഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി എഴുതി തുടങ്ങിയപ്പോൾ വികൃതിയായിട്ടുള്ള ഗണപതി ഓരോന്ന് മാച്ചു വന്നു. അപ്പൊ 50 എണ്ണം ശിവഭഗവാന്റേതും അടുത്ത 50 എന്ന് പറയുന്നത് ശങ്കരാചാര്യരുടേതുമാണെന്ന് പറയുന്നു. ഗൗളിയും ഇപ്പൊ അടിച്ചു. അപ്പൊ അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അത് വായിച്ചു പോകുമ്പോൾ ശരിക്കും അങ്ങനെ തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ അവിടെ ഭഗവാനോളം ഉയർന്ന ഒരു ഭക്തനും ഭഗവാനും തമ്മിൽ വേർതിരിവുകൾ ഇല്ലാതാകുന്നു, അല്ലെങ്കിൽ ശിവോഹം, ഞാൻ തന്നെ ശിവനാണ് എന്നുള്ളൊരു ഇതിലെത്തുമ്പോൾ ഞാൻ ശിവൻ തന്നെയാണ് എന്നുള്ള ഒരു തിരിച്ചറിവിന്റെ സത്വയാണോ ഈ ഒരു ഇതിലൂടെ നമുക്കിങ്ങനെ ഈ ഒരു കഥയായിട്ട് പറഞ്ഞു വയ്ക്കുന്നത് എന്നുള്ളതാണ്. ഇത് പറഞ്ഞാൽ നമ്മുടെ നിർമ്മലാനന്ദഗിരി സ്വാമികളൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ എന്നെ വശീകരിച്ച മിത്തിന്റെ ഒരർത്ഥം അബോധ പ്രബോധനം എന്നാണ്. നമ്മുടെ അബോധത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന ആ സത്തിനെ പ്രബോധിപ്പിക്കുന്നതാണ് മിത്തുകൾ. ആ മിത്തിനെ നിങ്ങൾ കഥയന്വേഷിച്ചു പോകരുത്. ആ മിത്ത് നിങ്ങളുടെ ഉള്ളിൽ ആനന്ദം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിലൂടെ നിങ്ങളിൽ സംഭവിക്കുന്നത് അബോധ പ്രബോധനമാണ്. അത് ഒന്ന് നീട്ടിപ്പിടിച്ചാൽ ആ ബോധത്തെ കുറിച്ചുള്ള പ്രബോധനമാണ്. നമ്മുടെ അവിഹിത കഥ എന്ന് പറയുന്നതിലൊരു കഥയുണ്ട്. ആ വിഹിതമാണ്. അതിനെ നമ്മൾ കൂട്ടി വായിച്ചാൽ അവിഹിതമാണ്. അപ്പൊ മിത്തിലെല്ലാം ഒളിച്ചിരിക്കുന്നത്. ഇപ്പൊ ശിവൻ നമ്മുടെ ഉള്ളിൽ സ്പന്ദിക്കുന്ന ചൈതന്യമാണെങ്കിൽ, ഇപ്പൊ രമണ മഹർഷി പറയുന്ന പോലെ ഷീന്റെ ഉള്ളിൽ ഹീണ്ട്, പക്ഷെ ഹീന്റെ ഉള്ളിൽ ഷീല, പക്ഷെ എസ് വന്നാലേ നമുക്ക് കാണാൻ കഴിയും. അത് കിട്ടണമെങ്കിൽ ഗണപതി എന്ന് പറയുന്ന എല്ലാ ഒബ്സ്റ്റാക്കിളും മാറ്റുന്ന ആ ചൈതന്യവും, അതുകൊണ്ട് ശിവൻ ഗണപതിയെ പൂജിച്ചു എന്നുള്ളത് അതും നമുക്ക് കേൾക്കാം. അപ്പൊ മിത്തിലെല്ലാം നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ബോധത്തെ പ്രബോധിപ്പിക്കുന്ന സത്തയുണ്ട്. അതിനെ അറിയുമ്പോൾ മിത്തുകളെല്ലാം അബോധ പ്രബോധനങ്ങൾ മാത്രം. പിന്നീട് അത് നടന്നോ ഉണ്ടായില്ലേ എന്നുള്ള ചർച്ചയ്ക്കൊന്നും, കാരണം നമ്മളിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഗീത നമ്മളാകണം. ഗീതയിൽ നമ്മളും വേറിട്ട് നിൽക്കരുത്. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കർമ്മണ്യ വാദികാരസ്ഥ പറഞ്ഞതുപോലെ ഫലം ഇച്ഛിക്കരുതെന്ന് പറഞ്ഞ ഫലം അതിലുണ്ട്. പിന്നെ ഇച്ഛിക്കേണ്ട ആവശ്യമില്ല. മാങ്ങാണ്ടി കുഴിച്ചിട്ടാൽ മാവെന്ന ഫലമുണ്ട്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് മാന്തി നോക്കാൻ ഞാൻ മതി. മാന്തി നോക്കിയാൽ മാവ് പുറത്തേക്ക് വരില്ല. അപ്പൊ നമ്മൾ എന്തിന്റെ പേരാണെങ്കിലും മിത്തിന്റെ പേരിലാണെങ്കിലും കുഴിക്കൽ നിർത്തുക. അപ്പൊ ഈ അബോധ പ്രബോധനം സംഭവിക്കും. അപ്പൊ ശിവനും ദേവിയും ഗണപതിയും ക്രിസ്തുവും ബുദ്ധനും എല്ലാം നമ്മളിൽ സംഭവിക്കും. അതെ അതെ അതെ. അപ്പൊ എന്തായാലും വളരെ ആകസ്മികമായിട്ടുള്ള ഒരു കണ്ടുമുട്ടലാണ്. വളരെ കുറച്ച് നാളുകളായി മാത്രമാണ് നമ്മൾ കണ്ടത്. അപ്പോഴ് അല്ല, മീൻസ് നേരിട്ടല്ല, ഫോണിൽ കൂടെ സംസാരിച്ചത്. അപ്പൊ അദ്ദേഹം തന്നെ പറഞ്ഞത്, നമ്മുടെ എന്താ പറയുക, ഈ ഭാഗങ്ങളിൽ 1-2 വട്ടന്മാരുണ്ട്, 1-2 കുറച്ച് വലിയ സംഖ്യയുണ്ട്. അപ്പൊ അവരിങ്ങനെ എന്താ പറയുക, ഒരു റഡാർ വെച്ച് നോക്കിയപ്പോ തിരുവനന്തപുരത്ത് മറ്റൊരു വട്ടനെ കണ്ടു എന്നാണ് പറഞ്ഞത്. അപ്പൊ ശ്രീത്ത് ഡോക്ടർ പറഞ്ഞു, നമ്മൾ സംസാരിക്കുന്നത് മറ്റൊരാൾ കേട്ട് കഴിഞ്ഞാൽ 2 പേർക്ക് മുഴുത്ത ഭ്രാന്താണെന്ന് വിചാരിക്കുന്നത്. അപ്പൊ ഇതൊരു സുഖമുള്ള ഭ്രാന്താണ്, സുഖമുള്ളൊരു ലഹരിയാണ്. അപ്പൊ ആ ലഹരിയാണ് യഥാർത്ഥത്തിൽ നമ്മളിവിടെ കൊണ്ട് കൂട്ടിമുട്ടിച്ചത്. അതിന്റെ സംഘാതങ്ങളാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. സുഖകരമായ ഒരു ഊർജ്ജ പ്രവാഹം, സമയം പോയത് അറിഞ്ഞില്ല, ടു ബി ഫ്രാങ്ക്. അപ്പോൾ സന്ധ്യ ആകുന്നത് കൊണ്ട് മാത്രം നമുക്കിപ്പോൾ തൽക്കാലം ഇവിടെ ഇത് നിർത്തേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ ലോഗോസ് ബുക്സ് ഇറക്കിയ ഈ പുസ്തകം എന്ന് പറയുന്നത് ഒരു നിധി തന്നെയാണ്. ഇത് യഥാർത്ഥത്തിൽ നമ്മളിൽ മായ ഉണ്ടാക്കുന്നു, ലഹരി ഉണ്ടാക്കുന്നു. മായ കഴിഞ്ഞുള്ള ലഹരിയിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുന്നു. ഇപ്പോൾ ഹൃദയത്തോട് ചേർത്ത് വെക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ മറ്റു 2 പുസ്തകങ്ങൾ ഉണ്ട്.
ഇനി മറ്റൊന്ന് പണിപ്പുരയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അത് ഇതിനേക്കാൾ വിഭ്രമിപ്പിക്കുന്ന ഒന്നാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. കാരണം ലളിത ദിവസവും ജപിക്കുന്ന ലളിതാ പരമേശ്വരിയുടെ ലളിതാ സഹസ്രനാമത്തിന്റെ ആസ്വാദനമാണ് ഇത് എഴുതി കഴിഞ്ഞപ്പോൾ സംഭവിച്ചതാണത്. കാരണം സൗന്ദര്യലഹരിയും ലളിതാ സഹസ്രനാമവും ഡീപ്ലി കണക്റ്റഡ് ആണ്, റൂട്ടഡ് ആണ്. ഇതിന്റെ ഒരു അലയൊലി ലാലേട്ടനിലേക്ക് വരെ എത്തുകയും അദ്ദേഹം വിളിച്ചൊരു 3 മണിക്കൂറാണ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നത്. അപ്പൊ ഇതെല്ലാം അമ്മയുടെ മായയുടെ കളിയാണ്. അപ്പൊ ഇത് കഴിഞ്ഞപ്പോൾ അടുത്ത ഞാനൊരു 10-200 നാമങ്ങൾക്ക് അതിൽ എഴുതിയിട്ടുള്ളൂ. അതിന് ഞാൻ അവതാരികയിൽ എഴുതിയതൊരു പൂരപ്പറമ്പിലൂടെ പോകുമ്പോൾ ഒരു കുട്ടിക്ക് എല്ലാ കളിപ്പാട്ടവും വേണമെന്നുണ്ടാവും. പക്ഷെ അച്ഛനും അമ്മയും ചിലതൊക്കെ നമുക്ക് മേടിച്ചിരുന്നു. അതുപോലെ ഇത്രയും നാമം ഇപ്പൊ കുട്ടിയെ ഈ കൈ വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അതും സംഭവിച്ചതാണ്. ഈ സംഭവിക്കലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അതിൽ വല്ലാത്ത ആനന്ദമുണ്ട്. അത് നമുക്ക് ആസ്വദിക്കാം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എല്ലാം സംഭവിച്ചു വരട്ടെ. പക്ഷെ നമ്മൾ അന്വേഷിക്കണം. അന്വേഷണത്തിലൂടെ നമ്മളിൽ സംഭവിക്കുമ്പോൾ ആ ഭവിക്കുന്നതിന് അമ്മയുടെയും അച്ഛൻ്റെയും എന്തായാലും അനുഗ്രഹം ഉണ്ടാവും. ഇതാണ് എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് മനസ്സിലായത്. അല്ലെങ്കിൽ തിരുമണ്ടനായ എന്നിലൂടെ ഇത് പ്രവഹിക്കുമെന്ന് വെച്ചാൽ സ്റ്റിൽ ഐ കാൺ ബിലീവ് ദിസ്. ഇതാ എനിക്ക് പറയുന്നത്. അല്ല, ലാലേട്ടന് കൊടുത്ത ഒരു അനുഭവം കൂടെ ഒന്ന് പറയാമോ? അത് വളരെ വളരെ ഗംഭീരമായിട്ടുണ്ട്. കാരണം നമ്മള് ലാലേട്ടനെ കുറിച്ച് കാണുന്ന ഒരു കാഴ്ചപ്പാടല്ല അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന് ഈ പുസ്തകം കൊടുത്തു കഴിഞ്ഞപ്പോ അദ്ദേഹം അത് ഭ്രൂമധ്യത്തിൽ വെച്ച് ഇങ്ങനെ വെച്ചൊക്കെയാണ് തുറന്നത്. അപ്പൊ ഒരു പുസ്തകത്തിനോട് ഒരാൾ കാണിക്കുന്ന ബഹുമാനം. പിന്നെ അദ്ദേഹത്തിന്റെ വളരെ ഇഷ്ടപ്പെട്ട ഒരു വിഷയമാണ് സൗന്ദര്യലഹരി. ആർട്ടിസ്റ്റ് നമ്പൂതിരി സാർ അദ്ദേഹത്തിന് ഒരു ശ്ലോകത്തിന് വരച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എന്നെ കൊണ്ടുപോയത് ശ്രീ ഡോക്ടറാണ്. ശ്രീ ഡോക്ടർ അത്രയും അടുപ്പമുള്ള ആളാണ് ലാലേട്ടൻ. അങ്ങനെ കൊണ്ടുപോയി നമുക്ക് ഈ ഷൂട്ടിംഗ് തിരക്കിനിടയിൽ 3 മണിക്കൂറാണ് അദ്ദേഹമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ചൊരു ഇത്രയും തിരക്കിനിടയിൽ അവിടെ സീൻ റെഡിയായിട്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് വന്ന് കയറിയിട്ട് ഡോക്ടറോട് ലാലേട്ടൻ പറഞ്ഞു, ഇതിലെ ഒരു ശ്ലോകം വായിക്കൂ. അതുപോലെ ഡോക്ടർ ഇങ്ങനെ വായിക്കുമ്പോൾ ശ്ലോകം എത്തിയപ്പോ ഇനി ശ്ലോകമാണ് എന്ന് പറഞ്ഞപ്പോ ഡോക്ടർ വായിക്കാതിരിക്കാൻ വേണ്ടി നമ്പർ അടിച്ച ലാലേട്ടൻ പറഞ്ഞു അതുകൂടി വായിക്കൂ. അപ്പൊ എന്നെ ഒരു നോട്ടം നോക്കിയിട്ട് ശ്രീ ഡോക്ടർ. അപ്പോ ഈ വിഷയത്തിന്റെ ആ ഒരു ആഴം അല്ലെങ്കിൽ ആളുകളുമായിട്ട് കണക്ട് ആകുന്ന രീതി അത്ഭുതപ്പെടുത്തുകയാണ്. ലാലേട്ടനൊന്നും നമ്മളോട് അങ്ങനെ പെരുമാറേണ്ട യാതൊരു ആവശ്യമില്ല. പക്ഷെ ഒരു മനുഷ്യന് എത്രത്തോളം ലാളിത്യം ഉണ്ടാകും, എത്രത്തോളം എളിമയുണ്ടാകാം. സിംപ്ലിസിറ്റി ഈസ് നോട്ട് സിമ്പിൾ എന്ന് പറയാറില്ലേ, അത് ഞാൻ അവിടെ അനുഭവിച്ചു. അത് കഴിഞ്ഞ് നമ്മളെ എന്താ പറയാ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത് വാക്കിലൂടെ ഒന്നും പറയാൻ പറ്റില്ല. അദ്ദേഹം എവിടെ നിൽക്കുന്നു. അപ്പൊ ഞാൻ ലാലേട്ടനിൽ നിന്ന് പഠിച്ച ഒരു കാര്യം, എവിടെ എത്തിയാലും മനുഷ്യന് ലാളിത്യവും എളിമയും ഈ ഒരു സ്പർശമുണ്ടെങ്കിലേ സംഭവിക്കൂ. അത് അദ്ദേഹം സാധന ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരാൾക്ക് അദ്ദേഹം ഈ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞൊരു അവതാരമാണല്ലോ ഇവരൊക്കെ. എന്തിലെങ്കിലും എക്സൽ ചെയ്യുന്ന ആളുകളൊക്കെ അതിന്റെ ഒരു അവതാരമാണ്. ഈ സാധനം ഇതുവഴി എനിക്ക് അങ്ങനെയുള്ള പലരുമായിട്ടും ബന്ധപ്പെടാൻ എൻ്റെ ഒരു ശ്രമവും ഇല്ലാതെ സാധിച്ചു. അത് നമ്മള് അമ്മയെന്ന് വിളിക്കുകയല്ലാതെ മറ്റേ യാതൊരു. അപ്പൊ നിങ്ങൾ അങ്ങോട്ട് ചെയ്യുക. നിങ്ങളുടെ ഉള്ളിൽ ആസ്വാദനം സംഭവിച്ച് അത് ആസ്വദിച്ചുകൊണ്ട് മുന്നേറുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ കാണണമെന്ന് തോന്നുന്ന എല്ലാവരെയും അമ്മ കൊണ്ടുവന്ന് മുന്നിൽ നിർത്തി തരും, അല്ലെങ്കിൽ അമ്മ പരിചയപ്പെടുത്തി തരും. അതിൽ നിങ്ങളുടെ കർത്തൃത്വം അവകാശപ്പെടാതിരിക്കുക മാത്രമേ ഉള്ളൂ. അത് സംഭവിക്കും. നീ സംഭവിച്ചുകൊണ്ടേയിരിക്കണം. അതുകൊണ്ടാണല്ലോ തിരുവനന്തപുരം കിടക്കുന്ന ആളും ഷൊർണൂർ കിടക്കുന്നത് നമ്മളൊന്നും കൂട്ടിമുട്ടി. തീർച്ചയായിട്ടും. താങ്ക് യു. അപ്പൊ എന്തായാലും കൂടുതൽ വേഗതയിൽ വീണ്ടും ഫുട്ബോൾ കളിയുടെ അതേ ആരവത്തോടു കൂടി ഈ ആത്മീയതയുടെ ഒരുപാട് തലങ്ങളിലേക്ക് അങ്ങേക്ക് പോകാനായിട്ട് സാധിക്കട്ടെ. അത് കാരണം വെച്ചാൽ ഒരാൾ മുമ്പിലേക്ക് പോകുമ്പോൾ അത് ബാക്കിയുള്ളവർക്കാണ് വെളിച്ചമാകുന്നത്. ഇപ്പൊ ഒരാള് ധനം നേടി വലിയ ഒരു സംഗതിയിലേക്ക് കയറിയിട്ട് അയാളുടേതായ ഷെല്ലിനകത്ത് കയറിയിരിക്കുമ്പോൾ അത് സ്വാർത്ഥതയാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ധനം പോകുന്ന വഴിയിലെല്ലാം വാരി തൂകി പോവുകയാണ്. അത് ഏറ്റുകൊണ്ട് ഓരോ പുൽനാമ്പുകളും അടുത്ത ശ്രേഷ്ഠമായ തലങ്ങളിലേക്ക് പോകും. അപ്പൊ ആ പോക്കിന് അങ്ങേക്ക് ഏറ്റവും വലിയ ഊർജ്ജം ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. സ്വകാര്യമായിട്ടുള്ള ഒരു ഇതും കൂടെ ഉണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ലാലേട്ടനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വൈബ്രേഷൻ ആണ്. കാരണം അദ്ദേഹം പഠിച്ച അതേ കോളേജിലാണ് ഞാൻ പഠിച്ചത്. എന്റെ ആന്റിയുടെ കോളേജ് മേറ്റായിരുന്നു. അപ്പൊ ഇവരെല്ലാം പറഞ്ഞ ആ ഒരു എനിക്കും ഉണ്ട് അങ്ങനെ വലിയൊരു ആഗ്രഹമുണ്ട്. അപ്പൊ എന്തെങ്കിലും അത് സംഭവിക്കാനായിട്ട് ദൈവം സഹായിക്കട്ടെ എന്നും കൂടെ ഞാൻ എന്റെ കൂട്ടത്തിൽ പറയുന്നു. ഇതുവരെ ഞാൻ ഒരു വീഡിയോയിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പൊ കാരണം ഇതെല്ലാം സംഭവിക്കുന്നതാണ്. ഒരു ഒഴുകുന്ന പുഴ പോലെ, ഒരു സൂഫി സംഗീതം പോലെ. ഇത് എവിടെ തുടങ്ങുന്നു. അപ്പം ശരിക്കും ഇന്റർവ്യൂ ചെയ്യാനിരിക്കുമ്പോഴത്തേക്ക് യാതൊരു ധാരണകൾ. കാരണം ഞാനൊരു ഉച്ചമയക്കം കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് വന്നു. അപ്പൊ അദ്ദേഹം വിളിച്ചു, ഞാനിവിടെ എത്തിയിട്ടുണ്ട്, ഓക്കെ ഫൈൻ ഇരിക്കാന്ന് പറഞ്ഞിട്ട് ആ ഉറക്കച്ചടവിലൂടെ വന്നിരിക്കുകയാണ്. പക്ഷെ ഒരു 1.5 മണിക്കൂർ ഒരു സുഗമമായ ഒരു ഒഴുക്കായിട്ട് പോയി. ഈ ആസ്വാദനവും വിസ്മയം എന്ന് പറയുമ്പോൾ ലാലേട്ടനുമായി ബന്ധപ്പെടുത്തി പറയാനുള്ളത്, നമുക്ക് അദ്ദേഹത്തെ കാണുമ്പോൾ സ്ക്രീനിൽ കണ്ട ഒരാളെ കാണുമ്പോൾ നമുക്ക് വിസ്മയം ഉണ്ടാവും, ഉറപ്പാണ്. അങ്ങനെ എന്നോട് പറയാണ്, അല്ലെങ്കിൽ എന്നോടും ഡോക്ടറോടും പറയാണ്, നമുക്ക് കുറെ ഫോട്ടോ എടുക്കണം കേട്ടോ. ഇത് നമ്മൾ പറയേണ്ട വാക്കല്ലേ.
എന്നിട്ട് അടുത്ത ഡയലോഗ് എന്റെ ഫോണിൽ എടുക്കാൻ കേട്ടോ, നല്ല ഭംഗിയായിരിക്കും, ഞാൻ ഈ ഷർട്ടൊക്കെ ഒന്ന് മാറ്റി വരട്ടെ. എന്നിട്ട് ഷർട്ട് മാറ്റി വന്നിട്ട് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ എടുക്കണമെന്ന് നമ്മളല്ല. അങ്ങനെ മാനേജർ പയ്യൻ വന്നിട്ട് അദ്ദേഹം എൻ്റെ ഒരു കളിക്കൂട്ടുകാരന്റെ ചേച്ചിയുടെ മോനാ, 10-40 ഫോട്ടോ. അപ്പൊ അദ്ദേഹത്തിന് നമ്മളെ കാണുന്നത് ഒരു വിസ്മയാണ്. ഓരോ ബന്ധവും അദ്ദേഹത്തിന് വിസ്മയാണ്. ഈ ലൈഫ് അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി, ജീവിതം വിസ്മയാണെന്ന് പറഞ്ഞാൽ നമ്മൾ കാണുകയാണ്. അല്ലെങ്കിൽ നമ്മളല്ലേ പറയണത് ഞാൻ ഒരു ഫോട്ടോ എടുത്തോട്ടെ. ഇവിടെ അദ്ദേഹത്തിന്റെ വായി നമ്മൾ കേൾക്കണം, നമുക്ക് കുറെ ഫോട്ടോ എടുക്കണം, നല്ല ഭംഗിയുണ്ടായിരിക്കും. അപ്പൊ ഇത് നമുക്ക് കാണുമ്പോ ആത്മീയ സ്പന്ദനമല്ലാതെ മറ്റെന്താണ് സംഭവിക്കുക? ലൈഫ് തന്നെ വിസ്മയാണ്. പൃഥ്വിരാജൊക്കെ പല ഇന്റർവ്യൂവിലും പറയും, ലാലേട്ടൻ ഒരു സാധനം കാണിച്ചിട്ട് ഓ അങ്ങനെയാ മോനെ. ആ വിസ്മയം നമ്മുടെ ഉള്ളിൽ വരട്ടെ, അത് എളിമയോടുകൂടി ആസ്വാദനത്തോടുകൂടി സംഭവിക്കട്ടെ. അപ്പൊ എല്ലമാർക്കയുടെ നമ്മുടെ രജിത്തേട്ടന്റെ കൂടെ ഉള്ള ഒരു സെഷനിലും അപ്പൊ നമ്മുടെ രാജേഷ് എന്ന് പറഞ്ഞ ആള് പറഞ്ഞു, അപ്പൊ അവരെല്ലാം ഇങ്ങനെ ലാലേട്ടനെ കണ്ട് വിസ്മയിച്ച് നിൽക്കുകയാണ്, അന്തം പിടിച്ച് വണ്ടറിച്ച് നിൽക്കുകയാണ്. അപ്പൊ ലാലേട്ടൻ തന്നെ പറയുന്നത് അവര് നമുക്കൊരു ഫോട്ടോ എടുക്കേണ്ടത്. അപ്പൊ ഇവര് പറയും, അപ്പൊ അങ്ങ് പറഞ്ഞുകൊണ്ട് ഞാൻ കൂടെ പറഞ്ഞതാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ അതിൽ യാതൊരു അതിശയോക്തിയും ഇല്ല. അപ്പൊ അത്രയും വലിയ, അതുകൊണ്ടായിരിക്കും മകൾക്ക് വിസ്മയം എന്നുള്ള പേര്. കാരണം ജീവിതത്തിന് ഒരു വലിയ കൗതുകത്തോടെ നോക്കിക്കാണുന്ന ഒരാളാണ്. അപ്പൊ ലാലേട്ടൻ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമസ്തേ, നമസ്കാരം. അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചതിൽ പിന്നെ അങ്ങേക്ക് എന്തെങ്കിലും പറയാനുണ്ടോ നമ്മുടെ ചാനലിനെ കുറിച്ചോ? ചാനല് ഞാൻ കുറച്ചു കാലം മുന്നെയാണ് ഇത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. പിന്നെ ഈ വിഷയങ്ങളിൽ ഒരു താല്പര്യമുള്ളത് കൊണ്ട് എനിക്ക് ഇഷ്ടമായി. പിന്നെ ആ ഇഷ്ടമായി എന്ന് പറയുന്നതും എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പറയാണ്, ഇദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടണം, എനിക്ക് നമ്പർ അയച്ചു തരാണ്. ഇഷ്ടമായി എന്ന് നമ്മൾ പരിചയപ്പെടണം എന്നുള്ള ആ താല്പര്യത്തോടു കൂടിയല്ല. ഒരു സാധനം കണ്ട് നമുക്ക് ഇഷ്ടമായാൽ ആ ഇഷ്ടമായി എന്ന് പറയുമ്പോൾ അദ്ദേഹമായിട്ട് കണക്ട് ആവാനുള്ള ഒരു ലിങ്ക് നമുക്ക് സംഭവിക്കുകയാണ്. അപ്പൊ ഈ ലിങ്ക് ആണ് സത്യത്തിൽ നമ്മളെങ്ങനെ കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പൊ ഇത് കാണുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദിയുണ്ട്. പിന്നെ നിങ്ങളുടെയൊക്കെ ബ്ലെസ്സിങ്സ് ധാരാളമായിട്ട് എനിക്ക് അയച്ചു തരിക. ഞാൻ നന്നായി പോയിക്കോട്ടെ. കാരണം ഓരോ ക്ലാസ്സിലും ഞാൻ കുട്ടികളുടെ അനുഗ്രഹം നേടാറുണ്ട്. കാരണം എന്റെ ക്ലാസ് കൊണ്ട് ഞാൻ മാത്രമേ നേരെയുള്ളൂ. മറ്റുള്ളവർ ആരെങ്കിലും നേരെയുണ്ടെങ്കിൽ അത് അവരുടെ പരിശ്രമവും ആസ്വാദനവുമാണ്. അപ്പൊ ജീവിതം ആസ്വദിക്കൂ, ആനന്ദിക്കൂ, ലഹരിയാവട്ടെ, മായയും സന്തോഷവും സൗന്ദര്യവും ഒക്കെ നിറഞ്ഞു നിൽക്കട്ടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ. ഇങ്ങനെ ഒരു ഇന്റർവ്യൂ നൽകിയ അല്ലെങ്കിൽ ഇതിന് അനുവദിച്ച ചാനലിന്റെ എല്ലാമായ ബിജുവായോടും നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. ഓക്കെ.